അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരേ ഇനി ആത്മാവ് പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ ഇനി ആത്മാവ് പ്രവചിച്ചിടാം. നീ പോലെ ഇറങ്ങണമേ അഗ്നിനാളായി പകരണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. നീ പോലെ ഇറങ്ങണമേ. അഗ്നിനാളായി പകരണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ദൈവാനുഭവത്തിൽ ഉയർച്ച നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മളെപ്പോഴും ഒരു ആത്മപരിശോധന നടത്തണം. കാരണം ദൈവം ഈ ആത്മപരിശോധന നമ്മൾ നടത്തിയില്ലെങ്കിലും നടത്തണുണ്ട്. അതാണ് ഒരു പ്രശ്നം. നമ്മൾ നമ്മുടെ ആധ്യാത്മിക വളർച്ചയെക്കുറിച്ച് അവലോകനമൊന്നും ഇല്ലെങ്കിലും ദൈവം നമ്മുടെ ആധ്യാത്മിക വളർച്ചയെക്കുറിച്ച് കൃത്യമായ അവലോകനം നടത്തുകയും നമ്മളെ സിലബസിന് പുറത്ത് കളയുകയും ചെയ്യുന്നുണ്ട്. വളരെ വ്യക്തമാണത്. പല ആൾക്കാരുടെ ജീവിതത്തെ നാം പരിശോധിക്കുമ്പോൾ ദേ ആർ ഔട്ട് ഓഫ് സിലബസ്, ദൈവത്തിൻ്റെ സിലബസിൽ നിന്ന് പുറത്താണ്. ഇത് ആധ്യാത്മിക മേഖലയിൽ വലിയ ഒരു ട്രാജഡിയാണ്, ഒരു കലാമിറ്റി. നമ്മുടെ വെള്ളപ്പൊക്കം പോലെയൊക്കെ സംഭവിക്കത്തില്ലേ, കോവിഡ്, വെള്ളപ്പൊക്കം, അതുപോലെയൊക്കെയുള്ള ഒരു ആധ്യാത്മിക കലാമിറ്റി, ദുരന്തമാണ് ദൈവത്തിൻ്റെ സിലബസിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളത്. ദൈവമായിട്ടുള്ള എല്ലാ വിഷയവും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മുടെ ശ്രമങ്ങൾ പിടിച്ചു നിൽക്കാനുള്ള, ദൈവത്തിലും വിശ്വാസത്തിലും പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ സത്യസന്ധമാണെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ വിശ്വാസ ശ്രമങ്ങൾ അത് പലപ്പോഴും വ്യാജമാകാനുള്ള കുറേ സാഹചര്യങ്ങളുണ്ട്. വിശ്വാസ ശ്രമങ്ങൾ ചില സമയത്ത് ചിലർക്ക് വ്യാജമായ ശ്രമങ്ങൾ നടത്തും. അത് ഫുൾ ആൻഡ് ഫുള്ളായിട്ട് വിഷയം ഓറിയൻറ്റഡായിട്ട് ജീവിക്കുമ്പോഴാണ് വിശ്വാസം വ്യാജനാകുന്നത്. നമ്മളെപ്പോഴും ദൈവത്തുമായിട്ട് ബന്ധപ്പെടുന്ന ഓരോ കാര്യങ്ങൾക്കും, ദൈവവുമായിട്ട് ഇടപെടുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാകും. ഒന്നെങ്കിൽ പരീക്ഷ, അല്ലെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ വിൽപ്പന, ഇങ്ങനെ എന്തെങ്കിലും വിഷയം വെച്ചാണ് നീ എപ്പോഴും ദൈവമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ നീ ബ്രാൻഡഡ് വേജനാണ് ശരിക്കും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ. കാര്യം ദൈവമല്ല നിൻ്റെ വിഷയം, ദൈവത്തെ വെച്ചുള്ള കഴിഞ്ഞുകൂടലാണ് വിഷയം. ഇത് ഭയങ്കര ദുരന്തമാണ്, ഇത് വല്ലാത്ത ദുരന്തമാണ്. ഒന്നാമതൊരു ഇതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ദുരന്തം എന്ന് പറയുമ്പോൾ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കമ്മ്യൂണിക്കബിൾ അല്ലാതെ വരും. കുറേ നാൾ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇപ്പോൾ ഈ ഉടമ്പടിയൊക്കെ വന്നപ്പോൾ ഉടമ്പടിയൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് പ്രയോഗിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരിപ്പോൾ ഉണ്ട്. ഉടമ്പടി പെർഫെക്റ്റായിട്ട് ആ ഉടമ്പടി പ്രകാരം ജീവിച്ച് ദൈവത്തിൽ വളരുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. ഇവരോടൊക്കെ ദൈവം സംവേദിക്കുന്നുണ്ട്, അതാണ് വിഷയം. ഇപ്പം ഇന്നൊരു സാക്ഷ്യമുണ്ടായി. മഞ്ജു മാട്ടർ എന്നും പറഞ്ഞ അങ്കമാലിക്കാരത്തിയാണ്. അവർ പറയണത് അവരുടെ വീടിങ്ങനെ ജപ്തിയായി കിടക്കുന്നു എങ്കിലും കർത്താവ് അവരോട് പറയും, നീ കൊലുസൊക്കെ വിറ്റ്, നിൻ്റെ പാദസരമൊക്കെ വിറ്റ്. അപ്പോൾ അവൾ കർത്താവിനോട് ചോദിക്കും, അവൾക്ക് ചിരി വരും, കർത്താവ് ഇങ്ങനെ പാദസരത്തിലൊക്കെ ഇടപെടുക എന്ന് പറയും. അതായത് ദൈവം വളരെ സിമ്പിളാണ്. നമ്മളുടെ ജീവിത സാഹചര്യം സിമ്പിളാണെങ്കിൽ ആ സിമ്പിളായ ജീവിത സാഹചര്യവുമായിട്ട് ദൈവം നമുക്കൊരു മെസ്സേജ് തരും. ഇപ്പം യെരമ്യായ്ക്കും പ്രവാചകന്മാർക്കൊക്കെ മെസ്സേജ് കൊടുത്തില്ലേ,
അപ്പോൾ അവരുടെ ലൈഫ് സിറ്റുവേഷൻ വെച്ചാണ് മെസ്സേജ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാകണം. അല്ലാതെ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യത്തിനും ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ട് തന്നെ അങ്ങനെ മരിക്കരുത് ഒരിക്കലും. അങ്ങനെ മരിച്ചാൽ അത് ഒരു ഗതികെട്ട മരണമായിരിക്കും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് പാമ്പ് കടിച്ച് മരിച്ചെന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അവർ ചിലർ പറയും അയ്യോ അത് ദുർമരണമായിപ്പോയില്ലാന്ന്. അതപ്പോൾ ആൾക്കാരുടെ അന്ധവിശ്വാസമാണ്. എന്നാലും ഒരു സമാധാനപൂർണമായ മരണമല്ലല്ലോ അത്. ഇതുപോലെ തന്നെയാണ് എപ്പോഴും നീ അളിഞ്ഞ മോന്തിയമായിട്ട് ദൈവത്തിനടുത്ത് ഓരോ കാര്യങ്ങൾ മാത്രം ചോദിച്ചും പ്രാർത്ഥിച്ചും നേടിയൊക്കെ അവസാനം മരിക്കുകയാണെങ്കിൽ പാമ്പ് കടിച്ച് മരിച്ച പോലെ ഇരിക്കും. എനിക്ക് മനസ്സിലായില്ലേ സംഭവം? കാര്യം മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു പോകും. ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഉടമ്പടി എത്രയോ വർഷങ്ങൾ എടുത്ത് ദൈവം ഇന്നത്തെ രീതിയിൽ, ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ ഇരുന്ന് 500 കൊല്ലം ആധ്യാത്മിക ചരിത്രം, ലോക ചരിത്രം പരിശോധിക്കും. 500 കൊല്ലത്തെ ആധ്യാത്മിക ചരിത്രം, 500 കൊല്ലം മുമ്പ് നമ്മൾ എവിടെയായിരുന്നു, എന്താണ് ഇന്നത്തെ കത്തോലിക്കരും ക്രിസ്ത്യാനികളും പ്രാർത്ഥിച്ചത്, ഇന്നത്തെ പ്രാർത്ഥന എന്താണ്, അന്നത്തെ പ്രാർത്ഥന ഇന്നത്തെ പ്രാർത്ഥന തമ്മിൽ വ്യത്യാസം എന്താണ്, എന്തെങ്കിലും കാതലായ വ്യത്യാസം പ്രാർത്ഥന രൂപത്തിൽ വന്നിട്ടുണ്ടോ, അങ്ങനെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് മനസ്സിലായ സംഭവം, ഇപ്പോൾ പണ്ട് എപ്പോഴും ഈ ഓരോരോ കാലഘട്ടങ്ങളിൽ ദൈവ മനുഷ്യ ബന്ധത്തിന് പുതിയ സോഫ്റ്റ്വെയർ വരണ പോലെ പുതിയ ഫോർമുലകൾ, സൂത്രവാക്യങ്ങൾ വരും. പക്ഷേ ഈ 500 കൊല്ലമായിട്ട് വന്നിട്ടുള്ള എല്ലാ പ്രാർത്ഥന അപ്ഡേഷൻസ് എല്ലാം മുമ്പ് ചെറിയ സ്ലൈറ്റ് ചേഞ്ചേ വന്നിട്ടുള്ളൂ. ഉടമ്പടി ഒരു ലീപ്പാണ് വന്നിരിക്കുന്നത്. ഉടമ്പടി ഒരു നടന്ന് വന്ന ആൾ പറന്ന് പോയ പോലെ ഇരിക്കുന്ന ഒരു വിസ്മയമാണ് ഉടമ്പടി സംഭവിച്ചത്. ആധ്യാത്മികതയിൽ നടന്ന് വന്നയാൾ പെട്ടെന്ന് പറന്ന് പോകുന്ന ഒരു വ്യത്യാസമാണ് പഴയകാല പ്രാർത്ഥനാ രൂപങ്ങളും ഉടമ്പടിയും തമ്മിലുള്ളത്. അതിൻ്റെ പ്രകടരൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ആൾക്കാരിലേക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്ന ആൾക്കാർ പെട്ടെന്ന് വിശ്വാസം കത്തിക്കയറുകയും വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നതും ഒക്കെ നമ്മൾ സാക്ഷ്യങ്ങളിൽ കാണുന്നുണ്ട്. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷം ജീവിക്കുന്നുണ്ട് ആൾക്കാർ. സുവിശേഷം, ഞാൻ അറിഞ്ഞ വിശ്വാസം. ഇപ്പം കരിസ്മാറ്റിക് കാലം നമുക്ക് തുടങ്ങിയത് 75-ലാണ് തുടങ്ങിയത്. 1975 2015-ആയപ്പോൾ അതിൻ്റെ പീക്ക് പോയിൻ്റ് കഴിഞ്ഞ് 109 ധ്യാനകേന്ദ്രങ്ങളിലൂടെ ലോകവ്യാപകമായ രീതിയിൽ സുവിശേഷ മുന്നേറ്റക്കാലം ഉണ്ടായി. ആ ഒരു കാലത്തിൻ്റെത് വരുന്ന ഒരു വിഷയം ഒന്ന്, അവിടെയും വിശ്വാസ കൈമാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് ഒരു 50 പേര് ധ്യാനം കൂടിയാൽ 5 പേരായിരിക്കും ചിലപ്പോൾ ആ വളർച്ചാ ധ്യാനം, പ്രാരംഭ ധ്യാനം കൂടും 50 പേര്. അതിൽ നിന്ന് 5 പേരായിരിക്കും ചിലപ്പോൾ വളർച്ചാ ധ്യാനം കൂടുന്നത്. അതിൽ നിന്ന് 3 പേരായിരിക്കും ചിലപ്പോൾ ആന്തരിക സൗഖ്യ ധ്യാനം കൂടുന്നത്. അതിൽ നിന്ന് 2 പേര് പ്രാർത്ഥനാനുഭവ ധ്യാനം കൂടും. അതിൽ നിന്ന് ഒരാൾ വരദാനങ്ങളുടെ ധ്യാനം കൂടും. അയാളാണ് വിശ്വാസ കൈമാറ്റം ചെയ്യണത്. അപ്പോൾ 50-1 ഉള്ളവിടെ. ഉടമ്പടിക്ക് അങ്ങനെയല്ല. ഉടമ്പടിയിൽ വത്തിക്കാൻ സിനോദോസിൻ്റെ എവരി ബാപ്റ്റൈസ്ഡ് ഈസ് ബേസിക്കലി എ മിഷണറി. അത് വത്തിക്കാൻ സിനോദോസ് പിതാക്കന്മാർ കൂടിയെടുത്തപ്പോൾ സഭയുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലിൽ വത്തിക്കാൻ സിനോദോസ് ഡിഗ്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക. അതിൽ സഭയുടെ പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾ ജ്ഞാനസ്ഥാനപ്പെട്ടാൽ അയാൾ ആ ജ്ഞാനസ്ഥാനത്തെ തന്നെ അയാൾ മിഷണറി ആണെന്ന്. ഇതാണിപ്പോൾ ഉടമ്പടി വന്നിരിക്കുന്നത്. ഉടമ്പടിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഉടമ്പടിയിലായിക്കഴിഞ്ഞാൽ അയാൾ അന്ന് മുതൽ അയാൾ മിഷണറിയാണ്.
എന്താ കാര്യം? അയാൾക്ക് ഒന്നെങ്കിൽ അയാൾ അനുഭവങ്ങൾ പറയാതെ നടക്കണം, അല്ലെങ്കിൽ അയാൾ അനുഭവങ്ങളില്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അയാൾക്ക് പ്രിൻ്റ് ചെയ്ത് കൈ കൊടുത്തിട്ടുണ്ട്, കൃപാസനം പത്രം. അത് 100 സാക്ഷിയുണ്ട്. അത് ഇയാളത് കുത്തിയിരുന്ന് വായിക്കണം. വായിച്ചിട്ട് ഇത് പഠിച്ചിട്ട് മറ്റുള്ളവരോട് പോയി പറയണം. ഉടമ്പടി എടുക്കുന്ന ഓരോ മനുഷ്യനും ഒരെണ്ണം മിഷണറി, അന്ന് തന്നെ മിഷണറിയായി മാറുകയാണ്. അതിലൂടെ ഭയങ്കരമായ അവരുടെ പേടി മാറി, ആശങ്ക മാറി, തന്നെയല്ല ആത്മീയ ജീവിതത്തിൽ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് അവർ മാറി. അതാണ് എൻ്റെ വിഷയം. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു 100 കൊല്ലമൊക്കെ ജീവിച്ചാലും, ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞില്ലേ ഞങ്ങളുടെ അമ്മാമ്മ 107 വയസ്സ് ജീവിച്ചെന്നൊക്കെ പറയത്തില്ലേ. ഈ 107 വയസ്സല്ല, ഇനി 1000 വർഷം അമ്മാമ്മ ജീവിച്ചാലും ഒരാളെപ്പോലും കർത്താവിലേക്ക് വിശ്വാസം കൈമാറി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും അത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് തുല്യമാണ്. അവർക്കും വിശ്വാസം കൈമാറുന്നില്ല. ഇവർക്ക് എത്ര കൊല്ലം ജീവിച്ചെന്നല്ല പ്രശ്നം, എത്ര കൊല്ലം എത്ര പേരിലേക്ക് വിശ്വാസം കൈമാറി എന്നുള്ളതാണ്. ഇങ്ങനെ ഇത്രയും, അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ നടന്ന് വന്നയാൾ പറന്ന് പോയെന്ന് പറഞ്ഞതിൻ്റെ കാര്യം പെട്ടെന്നാണ്. ഇനി ഇയാളിങ്ങനെ വിശ്വാസം കൈമാറിക്കഴിഞ്ഞാൽ ഇയാൾക്ക് ഉടനെ വരാൻ പോകുന്നത്, ദൈവം ആദ്യം ഒരു മനുഷ്യൻ ദൈവത്തിനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ഉടനെ കിട്ടും. അതെന്താണ്? അനുഗ്രഹങ്ങളാണ്. അതാണ് ഈ ഉടമ്പടി ആൾക്കാർ എപ്പോഴും സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, സത്യസന്ധമായി ദൈവത്തെ അന്വേഷിച്ച് വിശ്വാസം കൈമാറുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ആദ്യമേ കിട്ടും. ഇന്നിപ്പോൾ ഒരാൾ സാക്ഷ്യം പറഞ്ഞ്, ഡേവിഡ് കൽപ്പറമ്പ്. അപ്പോഴേ അയാളെ എന്നെ കാണാൻ വന്നായിരുന്നു ഇവിടെ, സാക്ഷ്യം പറഞ്ഞിട്ട് എന്നെ കാണാൻ വന്നു. അപ്പോൾ ഇയാളുടെ സാക്ഷ്യം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ എന്നെ കാണാൻ വന്നപ്പോൾ ഇയാളുടെ കൊച്ചിനെ കാണിച്ച്, അപ്പോൾ ഞാൻ അയാളുടെ ചീട്ടയെ നോക്കി, കുഞ്ഞിന് ഓട്ടിസമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ കൊച്ചിനെന്താ? കൊച്ചിന് ഓട്ടിസമാണ് വെച്ചാ. അപ്പോൾ ഓട്ടിസം മാറിയെന്ന് നിങ്ങൾ കുറച്ച് മുമ്പ് അവിടെ നിന്ന് പ്രസംഗിച്ചതാ, സാക്ഷ്യം പറഞ്ഞത്. പിന്നെ ഈ ഓട്ടിസം എനിക്ക് തന്നെ കൺഫ്യൂഷനായി. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഓട്ടിസം മാറി എന്ന് പറഞ്ഞ ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓട്ടിസമാണെന്നും പറഞ്ഞ് കൊച്ചിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞത് ഓട്ടിസം മാറിയ കൊച്ചിനെ എന്തിനാ പിന്നെ കൊണ്ടുവന്ന് ഓട്ടിസമാണെന്ന് കാണിക്കണേ? അപ്പം നിങ്ങൾക്ക് ആൾക്കാരെ പറ്റിച്ചാണോ? അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെയല്ല ചാ, ഇവരിങ്ങനെ അല്ലായിരുന്നു. ഇവൻ ജനിച്ച കാലം മുതൽ ഇവൻ ആൾക്കാരെ തുപ്പും. ഓട്ടിസം കയറി ഭ്രാന്തി പിടിച്ചിട്ടേ കാണുന്നവരൊക്കെ തുപ്പും. ആൾക്കാർക്ക് വേണമെങ്കിൽ അപ്പനും അമ്മയും ഇല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ കർണം പോച്ചുകളെ ആൾക്കാരടിച്ച്, അത്ര തുപ്പണത്. പിന്നെ വയലൻ്റാണ് ഇവൻ, വല്ലാത്ത വയലൻ്റാണ്. ആൾക്കാരെ കാണും പറിക്കും. സ്കൂളിലൊക്കെ പോയാൽ ബെഞ്ചൊക്കെ മറിച്ചിടും, പിള്ളേരെ ഉപദ്രവിക്കും. ഉച്ചവരെ പോലും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം തന്നെ വീട്ടിലേക്ക് വിളി വരും, കൊണ്ടുപോകുമെന്ന് പറയും. അപ്പോൾ അത് ഭയങ്കര ഇവർക്ക്. അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ഇനി ഇത് കൂടുകയുള്ളൂ, കുറയത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിന് ഈ ഓട്ടിസത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ അസസ്മെൻ്റാണ്, ഈ ഒരു സ്വഭാവം കാണിക്കുന്നവർ ഇനി അത് കൂടുകയുള്ളൂ, കുറയത്തില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ തീർന്നില്ലേ? വൈദ്യശാസ്ത്രത്തിൽ നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലല്ലോ ഇനി. ഇത് കൂടിയുള്ള അവസ്ഥ എന്താ? ഇവൻ വളരുകയും ചെയ്യും, ഈ തുപ്പലും കൂടും, ആൾക്കാരെ എടുത്ത് നിലത്തിട്ട് അടിക്കണതും കൂടിക്കഴിഞ്ഞാൽ ഇവൻ ആൾക്കാർ പഞ്ഞിക്കിടുകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സ്വന്തം അപ്പം തന്നെ ഇവനെ വെടിവെച്ച് കൊല്ലും. അത്ര രീതിയിലാണ് മനുഷ്യന് സമാധാനം ഇല്ലാത്ത അവസ്ഥ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ്, അപ്പോൾ ഇത് മാറിയെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് നിങ്ങളിവിടെ ഓട്ടിസമാണെന്ന് പറഞ്ഞ് വരണത്? അച്ഛാ, ഇവനൊന്ന് സംസാരിക്കണം. ഇപ്പം ഇവൻ ഒറ്റ ഉടമ്പടിയോടുകൂടി തന്നെ ഞങ്ങൾ ഉടമ്പടി തൈലം ഇവൻ്റെ നാക്കിൽ തൊട്ട് അപ്പം തന്നെ തുപ്പൽ നിന്ന് എത്രയോ 5-6-7 വർഷമായിട്ട് നാട്ടുകാരെ തുപ്പിക്കൊണ്ട് നടന്ന പാർട്ടിയാണ്. അപ്പം തന്നെ തുപ്പൽ നിന്ന്. പിന്നെ ഇവൻ ഭയങ്കര വിഗ്രസൻ വയലൻ്റ് ആയിരുന്നു. ആൾക്കാരുമായിട്ട് എപ്പോഴും കുസ്തി പിടുത്തവും അടിയും അക്രമവുമാണ്. അതെല്ലാം പോയി. ഇപ്പം ഇവൻ പക്ക പഞ്ചപാവൻ സൈലൻ്റായിപ്പോയെന്ന് പറഞ്ഞു. അവൻ സൈലൻ്റായാൽ തന്നെ ഓട്ടിസം തീർന്ന്. ശരിക്കും പറഞ്ഞാൽ എല്ലാം അതൊക്കെ ഇവിടെയൊക്കെ പിള്ളേർ വരുമ്പോൾ അപ്പന്മാർ പ്രാർത്ഥിക്കുമ്പോൾ പിള്ളേർ
കവച്ചകത്ത് വെച്ച് തലേ കാലും ഒരു കാലം ഇപ്പുറത്ത് ഒരു കാലം അപ്പുറത്ത് തല ഒടിച്ച് മടക്കി അതിൻ്റെ ഇടയ്ക്ക് ഒരു പണിയായിരുന്നു ഇവിടെ. അത്രയും പിള്ളേരാണ് ഇവിടെ വരണത്. പക്ഷേ ഈ ഒരു ഒറ്റ ഉടമ്പടിയോടുകൂടി കുഞ്ഞ് 90% ഓക്കെ ആവും. 90%. ഞാൻ അപ്പന് അത്രയും ആശ്വാസമാണ്. ഇനിയിപ്പോഴുള്ള പറഞ്ഞാൽ ഇവനൊന്ന് സംസാരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഗ്രോത്ത് കർത്താവ് തൊട്ടില്ലേ, ഞാൻ പറഞ്ഞ കർത്താവ് തൊട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ ദൈവത്തിനൊന്ന് തൊട്ടാൽ മതി. അതാണ് വിഷയം. ദൈവത്തിനെ തൊടത്തില്ല, അതാണ് പ്രശ്നം. അതായത് കർത്താവ് നമ്മളെ തൊട്ടാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ നമ്മൾ കർത്താവിനെ തൊടണം. അതിൻ്റെ തന്ത്രങ്ങളും അതിൻ്റെ വിജ്ഞാനവും പഠിക്കണം. കർത്താവിനെ തൊടണമെങ്കിൽ ബൈബിൾ ഒത്തിരിയേറെ ഇപ്പം തന്നെ ഉദാഹരണത്തിന് നമ്മൾ ദൈവത്തോട് കാണിക്കണത് വിഷയാധിഷ്ഠിതമാണോ വ്യക്തിയാധിഷ്ഠിതമാണോ എന്ന് ദൈവത്തിന് ഒരു അസസ്മെൻ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വിഷയാധിഷ്ഠിതമല്ല. വീട്, ജോലി, വിവാഹം, വിസ, ജപ്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണെന്നുള്ളത് ദൈവത്തിന് തോന്നിയ കർത്താവിനെ തൊട്ടതുപോലെയാവും. അതറിയണമെങ്കിലുണ്ടല്ലോ, ഈ ശ്രീഭണ്ഡാരത്തിൽ കുറേ ആൾക്കാർ വന്ന് ചാക്ക് കണക്കിന് പൈസ എടുത്തില്ലേ, അവരാരും കർത്താവിൻ്റെ ഹൃദയത്തെ അവർക്ക് സ്പർശിക്കാൻ ഒത്തില്ലല്ലോ. അപ്പോൾ ഒരു വലിയമ്മ വന്നിട്ട് ഒരു പൈസ ഇട്ടല്ലേ, അത് വായിച്ചൊന്ന്. ലൂക്ക 21:1-2 തിരുവചനങ്ങൾ. 21:1-2 തിരുവചനങ്ങൾ. അവൻ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുതുട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. അവൾക്ക് ദൈവമാണ് പ്രശ്നം, വിഷയമല്ല. താൻ ആർക്കാണ് കൊടുക്കണതെന്ന് പറയുമ്പോൾ തനിക്ക് അന്ന് പട്ടിണിയാണെങ്കിൽ പോലും അതിനേക്കാൾ വലുതാണ് ദൈവം എന്ന് കണ്ടുകൊണ്ട് ഒരു വ്യക്തിബന്ധം ദൈവമായിട്ടുണ്ട്. ഇത് കർത്താവിനെ തൊടുന്നൊരു പരിപാടിയാണ്. കർത്താവ് നമ്മളെ തൊടുന്നതിനേക്കാളും അതുപോലെ തന്നെ പ്രധാനമാണ് കർത്താവിനെ നമ്മൾ തൊടുന്നത്. നമ്മൾ തൊടണമെങ്കിൽ കർത്താവ് നമ്മളെ തൊടണമെങ്കിലും നമ്മൾ കർത്താവിനെ തൊടണമെങ്കിലും ഈശോയ്ക്കത് ഹൃദയസ്പർശിയായിട്ട് തോന്നണം. അതൊരു വിഷയബന്ധിയായിട്ടല്ല നമ്മൾ ഇപ്പം ആദ്യ കാര്യങ്ങളൊക്കെ നമുക്ക് വിഷയബന്ധിയായിട്ട് ജീവിക്കാം. നമ്മുടെ എന്തെങ്കിലും ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ മാർക്ക് കിട്ടാനും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാം വിഷയബന്ധിയാണ്. പക്ഷേ നമ്മൾ 10-50 വയസ്സാകുമ്പോഴും വിഷയബന്ധിയായിട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന വിഷയമെന്ന് വെച്ചാൽ ദൈവം നമ്മളെ അങ്ങ് ഒരാളായിട്ട് കരുതത്തില്ല. നമ്മളുടെ വിഷയങ്ങൾക്ക് ദൈവം വില കൊടുക്കത്തുമില്ല. അതുകൊണ്ട് ഈ പടിപടിയായിട്ട് അതൊരു ഈ ഉടമ്പടിക്കുണ്ടാകുന്നൊരു ഗുണമെന്ന് പറയണത്, ഉടമ്പടി നമ്മളെ കൊണ്ട് ഒത്തിരി ഹോംവർക്ക് ചെയ്യിക്കും. നമ്മൾ ഉടമ്പടിയുടെ ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്കിൻ്റെ കൂടെ നിന്ന് കൊടുക്കാനുള്ള ദൈവസ്നേഹം ഉണ്ടായാൽ മതി. ആ ഉടമ്പടിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഒഴുക്കുണ്ട്. അതായത് പ്രേക്ഷിത പ്രവർത്തനം, വിശ്വാസ കൈമാറ്റം, വിശ്വാസ പ്രയോഗം, വിശ്വാസ പ്രഖ്യാപന, വിശ്വാസ പ്രാർത്ഥന,
ഇങ്ങനെ അതിൻ്റെ സമ്പൂർണമായിട്ടൊരു വ്യക്തി ദൈവത്തിൽ വളരാൻ പറ്റിയ ഇങ്ങനെ ഈ കഴിഞ്ഞ 1000 കൊല്ലമായിട്ട് ഇപ്പം നൊവേനയില്ലേ, നമ്മുടെ നൊവേനകൾ പോലും, നൊവേനകളെന്ന് പറയുമ്പോൾ ആദിമകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രാർത്ഥന നൊവേനയാണ്. ശരിക്കും 9 ദിവസത്തെ പ്രാർത്ഥന. നമ്മൾ 10-ാം തിരുനാളെന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് വരുന്ന ദിവസത്തിൻ്റെ ആ 9 ദിവസമാണ് മാതാവും അപ്പോസ്തലന്മാരും കൂടി സെക്കേന് ഉട്ടുശാലയെ പ്രാർത്ഥിച്ചതാണ് 9 ദിവസം. അതാണ് നൊവേനയുടെ അടിസ്ഥാനം. നൊവേന ആദ്യം മുതലേ ഉള്ളതാണ്. പിന്നീട് നമുക്കൊരു 12-ാം നൂറ്റാണ്ടൊക്കെ വന്നപ്പോൾ അപ്പാരിഷൻസൊക്കെ വന്നില്ലേ, കുറേ അപ്പാരിഷൻസ് വന്ന്. ഇപ്പം കൃപാസനം ഇപ്പം നിങ്ങൾ വന്നിരിക്കണത് എന്തുകൊണ്ടാണ്? ഇതൊരു ധ്യാന കേന്ദ്രമായതുകൊണ്ടും തീർത്ഥാടന കേന്ദ്രം, ഇത് ധ്യാന കേന്ദ്രമല്ല, തീർത്ഥാടന കേന്ദ്രമല്ല, ഇത് പ്രത്യക്ഷീകരണ സന്നിധാനമാണ്. 2004 ഡിസംബർ 7-ാം തീയതി പരിശുദ്ധ അമ്മ ഉച്ചയ്ക്ക് 2:30 മണിക്ക് ഇവിടെ ആരാധന ഇതുപോലെ എഴുന്നള്ളിയിരിക്കുമ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഇവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് ദുരന്തമുണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അത് 10 കൊല്ലം ഞങ്ങൾ പ്രൈവറ്റായിട്ടാണ് പ്രാർത്ഥിച്ചത്. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ വേറെ ഒരു പ്രത്യക്ഷീകരണം ഉണ്ടായി. 10 കൊല്ലം 2004 കഴിഞ്ഞ് 2014 ആയപ്പോൾ വേറെ ഒരു 2011 വേറെ ഒരു പ്രത്യക്ഷീകരണം ഉണ്ടായി. ഇസ്രയേലിൽ പോയപ്പോൾ ഇസ്രയേലിലെ അമ്മയുടെ എല്ലാ സ്ഥലങ്ങളിലും ഒരു കറുത്ത കൊന്തയുമായി നടന്ന് ഞാൻ ഇസ്രയേൽ മുഴുവൻ അമ്മയുടെ സ്ഥലങ്ങളിലെല്ലാം തീർത്ഥയാത്രയായി പോയി പ്രാർത്ഥിച്ച് എല്ലാ സ്ഥലങ്ങളിലും മുട്ടിയിൽ നിന്ന് തന്നെയാണ് പ്രാർത്ഥിച്ചത്. 10 ദിവസം എടുത്ത് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ എനിക്ക് വേറെ എൻ്റെ കൂടെ 10-30 പേരുണ്ടെങ്കിലും ഞാൻ ആരെയും മൈൻഡ് ചെയ്തില്ല. അപ്പം ഞാനും വിജയകുമാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ രീതിയിൽ പ്രാർത്ഥിക്കും. ഞാൻ സെലക്റ്റീവ് പ്രെയറായിരുന്നു. ഞാൻ ഈശോ ജ്ഞാനസ്ഥാന സ്ഥലത്ത് ചെന്ന് മുട്ടുകുത്തി വെള്ളത്തിലിറങ്ങി വിശ്വാസ പ്രമാണം ചൊല്ലി, പിന്നെ ഈശോയുടെ കുരിശിൻ്റെ വഴികളിലെല്ലാം പോയി പാഷൻ കൊന്ത ചൊല്ലി, പീഡാനുഭവം കൊന്ത ചൊല്ലി. പിന്നെ ഈശോ അമ്മ ഉണ്ടായിരുന്ന നസ്രത്ത് വീട്ടിൽ പോയി 3 മണിക്കൂർ ഇരുന്ന് അമ്മയുടെ അടുക്കളയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച്. നസ്രത്തിൽ കഴിഞ്ഞ കൊല്ലം പോയപ്പോഴും നസ്രത്തിൽ പോയി. അപ്പം നസ്രത്തിലെ അമ്മയ്ക്ക് മംഗളവാർത്ത കൊടുത്ത ആ വലിയ പള്ളിയുടെ അകത്ത് നിലവറയിൽ ഒരു എത്യോപ്യക്കാരൻ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബ്രദറാണ്. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ കസ്റ്റോഡിയനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ പറഞ്ഞ് ഇദ്ദേഹമാണ് എൻ്റെ കസ്റ്റോഡിയൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവ് മംഗളവാർത്ത, അമ്മയ്ക്ക് മംഗളവാർത്ത കിട്ടി. മാലാഖ ഗബ്രിയേൽ ദൂതൻ അമ്മയോട് സംസാരിച്ചു. അപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അത് അകത്താക്കി അത് നിലവറയിലാണ്. ആ ദേവാലയത്തിൻ്റെ നിലവറക്ക് വേറെ പൂട്ട് വെച്ചിരിക്കുക. അതൊരു എത്യോപ്യക്കാരൻ്റെ കയ്യിലാണ് സഭ താക്കോൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ ഞാൻ രാത്രി പ്രാർത്ഥിച്ചാണ് ചെന്നത്. നഷ്ടത്തിൽ രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ അമ്മയുടെ വീട്ടിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ പോയപ്പോൾ ഈ എത്യോപ്യക്കാരൻ അന്ന് അവിടെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന തോമസ് അച്ഛൻ പറഞ്ഞ് ഇത് ധ്യാനഗുരുവാണ്, യോപ്പായിലും ടെല്ലവീവിലും ധ്യാനിപ്പിക്കാൻ വേണ്ടി മലയാളത്തിൽ നിന്ന് വന്നതാണ്. ഈ നിലവറ തുറന്ന് അച്ഛൻ അമ്മയുടെ ഒരാളാണ്, ഈ നിലവറ ഒന്ന് അച്ഛനെ തുറന്ന് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ എത്യോപ്യക്കാരൻ ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് തുറന്നു തന്ന് മംഗളവാർത്തയുടെ സ്ഥലം. അപ്പോൾ ഞാൻ മംഗളവാർത്തയുടെ സ്ഥലത്തേക്ക് താഴേക്ക് ഇറങ്ങി ചെന്നപ്പോഴുണ്ട് അവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ലത്തീൻ പദമാണ്. അതായത് ഹിക്ക് വെർബും കാരും എസ്ത്, ഇവിടെയാണ് വചനം മാംസമായി. എൻ്റെ അമ്മ ഇത് വായിക്കുക എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാനവിടെ ഇങ്ങനെ ഐസ് ഉരുകിയ പോലെ അങ്ങനെ നിന്ന് മുട്ടേ നിന്ന് എന്നിട്ട് വിറച്ച് ഞാൻ ഈ കല്ലേ തൊട്ട്. ഇവിടെയാണ് വചനം മാംസമായത്. വിശ്വാസത്തിൻ്റെ സത്യങ്ങളെ നമ്മൾക്കൊന്ന് തൊടാൻ കഴിയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ച് നമ്മളിങ്ങോട്ട് ആവശിച്ച് പിടിക്കും. ഞാൻ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാൻ പറ്റില്ല. കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ
യഥാർത്ഥ ദൈവാനുഭവത്തിലേക്ക് വരണം മക്കളെ. അല്ല ഓരോരോ കാര്യത്തിന് വേണ്ടി നമ്മൾ ഈ പിള്ളേരെ പപ്പങ്ങ കുത്തിയിടുന്ന പോലെ അനുഗ്രഹം കുത്തിയിട്ട് എന്നിട്ട് തന്നതിന് കൊള്ളാം, തരാത്തതിന് മോന്തം കയറ്റി അവർക്ക് കൊടുത്ത് അവർ കാനഡയിൽ പോയി, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അളിഞ്ഞ മോന്തമായിട്ട് ഇങ്ങനെ പെയ്തും പെരുക്കിയും പിച്ചും പേയും പറഞ്ഞ് ചെവി ചെമ്പരത്തിയും വെച്ചുകൊണ്ട് ഗതി കിട്ടാ പ്രേതം പോലെ എന്തുമാത്രം ക്രിസ്ത്യാനികളാണ് നടക്കണമെങ്കിൽ നാണം ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക. ഇനിയെങ്കിലും എൻ്റെ ദൈവത്തെ അന്വേഷിക്കുക. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ദൈവത്തെയാണ് അന്വേഷിക്കണമെന്ന് തോന്നിയാൽ അത് ഞാൻ 10 ദിവസങ്ങൾ ധ്യാനം നടത്തിയില്ലേ, 10 ദിവസങ്ങളിൽ അമ്മയുടെ അടുക്കളയിൽ പോയിരുന്നു. അപ്പോൾ പണ്ടത്തെ 2000 കൊല്ലം മുമ്പുള്ള അടുപ്പുണ്ട്, അമ്മ വെള്ളം കോരിയ കുഞ്ഞ് കിണറുണ്ട്, അതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അരികിൽ പോയിരുന്ന് കൊന്തയില്ലേ 1.5 മണിക്കൂർ എല്ലാവരും ഓരോ കാഴ്ച കണ്ട് നടക്കുമ്പോൾ ഞാൻ പോകാതെ ഇവിടെ ഇരുന്ന് കൊന്തയില്ലേ. എന്താ കാര്യം? അമ്മ അന്നത്തെ അത്തികടയും ചപ്പാത്തി റൊട്ടിയൊക്കെ ഉണ്ടാക്കി ഉണ്ണീശോയുടെ വായി വെച്ച് കൊടുത്ത സ്ഥലമാണത്. അപ്പോൾ അവിടെ ഔസേപ്പിതാവും ഇരുന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ അവിടെ പോയിരുന്ന് കൊന്തയില്ലേ. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷയം, നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ കൈകൾ കൊണ്ട് ദൈവത്തെ തൊടുകയാണ് വിശ്വാസത്തല്ലേ. അപ്പോൾ നമ്മൾ പറയും നമുക്കൊന്നും വേണ്ട, ദൈവത്തെ മതിയെന്ന് പറയും, നമുക്കൊന്നും വേണ്ട എന്ന് ചെയ്തു. അപ്പം അതിങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ, അടുക്കളയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അമ്മ മരിച്ചു കിടക്കുന്ന ഒരു രൂപം അവിടെ 10,000 മെഴുകുതിരി കത്തിച്ച് വെച്ച് അതിൻ്റെ നടുക്ക് അമ്മ ഇങ്ങനെ മരിച്ചു കിടക്കണ ഭയങ്കരമായ ദിവ്യരൂപമാണത്. നമ്മൾ കണ്ടെടുക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കും. അവിടെ നിന്ന് നമ്മൾ ഉടലോടെ എടുക്കപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പ്രാർത്ഥിച്ചൊക്കെ ഞാൻ ഈജിപ്തിലോട്ട് പോയി. രാത്രിയായപ്പോൾ ഒരു 3 മണി, ഞാനൊരു കെയ്റോ ഹോട്ടലിൽ ഉറങ്ങുകയാണ്. 3 മണിയായപ്പോൾ ഈ അമ്മ തന്നെ ഒരു 3-4 പേരുടെ അകമ്പടി കൂടി രാജകീയമായിട്ട് ഇങ്ങോട്ട് വരണ കാണാം. വന്ന വരവേ അപ്പോൾ എനിക്കെൻ്റെ കണ്ണ് തുറന്നിട്ടുണ്ട്. ഇതില്ല 3 മണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 5 മണി പരുവാണ്. പരവരാ വെളുപ്പം എന്ന് നമ്മൾ പറയണ പോലെ ഒരു ടൈമാണ്. നമുക്ക് ആളെ കാണാം. അപ്പം ഇങ്ങനെ ഈ രാജകീയമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ അമ്മ അടുത്ത് വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലെ ആത്മാവ് പറയുന്നുണ്ട്, ഇപ്പോൾ നിൻ്റെ വായിൽ അമ്മ വിരലുകൾ താഴ്ത്തുവെന്ന്. അപ്പോൾ അതിൻ്റെ മനസ്സിൽ പറയണ്ട, അമ്മ വിരൽ താത്തണമെമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് അറിവ് തരുന്നുണ്ട്, ഇപ്പോൾ അമ്മയുടെ 4 വിരലുകൾ നിൻ്റെ വായിൽ താഴ്ത്തും. അതുപോലെ തന്നെ അമ്മ 4 വിരൽ കൊണ്ടുവന്നിൻ്റെ വായിൽ താഴ്ത്തുകയും ഞാനിങ്ങനെ കയറി പിടിക്കുകയും ചെയ്യും. നല്ല പഞ്ഞിപ്പോടുകൂടിയുള്ള ഒരു ചെറിയ ഒരു കുളിർമയാണുള്ളത്. അപ്പോഴേ അമ്മയുടെ മുഖത്തോട് ഞാൻ നോക്കുമ്പോൾ അപ്പോഴും അമ്മയുടെ കണ്ണിൽ നിന്നേക്ക് മനസ്സിലാക്കേണ്ടത് 2 മനുഷ്യർ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നുണ്ട്. അത്രയും ഞാൻ അറിഞ്ഞില്ല. ആ സമയത്ത് ഞാൻ ഈ കിടക്കുന്ന മനുഷ്യരെ നോക്കുമ്പോൾ ആരാണ്, ഒരാൾ എനിക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷേ ഒരു പരിചയമുണ്ട് നമുക്ക് ഒരു ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല. പരിചയമുണ്ട്, ഈ ഫിഗർ അറിയാം നമുക്ക്. പക്ഷെ ഒരു ഫിഗർ വലതുവശത്ത് കിടക്കുന്ന ഫിഗർ ജോൺ മരിയ വിയാനിയാണ്. അത് കട്ടൻ്റെ ഫിഗറാണ്. മറ്റേ ഫിഗർ വ്യക്തമല്ല, പക്ഷെ പരിചയമുണ്ട്. ഓർമ്മയിൽ നിന്ന് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കൈ വായിന്ന് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ഒരു ബോധം വേറെ രീതിയിൽ മറിഞ്ഞു പോയിട്ട് ഞാൻ ശ്വാസം എടുത്തും അടക്കിയും പിടിച്ചും എനിക്ക് വല്ലാത്ത പരിഭ്രമമായിട്ട് ഞാൻ ചാടി പുറത്ത് വീണു. അപ്പോൾ ഒരു 3 മണിയാണെങ്കിൽ 5 മണിയുടെ ഒരു വെളുപ്പാണുള്ളത്. ആ ഇരുണ്ട വെളുപ്പിലൂടെ ഞാൻ ഭ്രാന്തി പിടിച്ച പോലെ ഓടി കിഴക്കോട്ടാണ് ഓടണമെന്നൊക്കെ അറിയാം. അപ്പോൾ നോക്കുമ്പോൾ ഒരു സമുദ്രം പോലൊരു സംഭവമാണ്. അത് നൈൽ നദിയോ എന്തോ കടലോ ആണ്. അപ്പോൾ എനിക്ക് അപ്പോഴുണ്ടായിരുന്ന ഒരു ത്രസിപ്പിൽ ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങി. കാര്യം എന്താ സംഭവിച്ചതെന്ന് അറിയാൻ നമുക്ക് ഉള്ളിൽ ഭയങ്കര ഉന്മാദമായിപ്പോയി. നമുക്കൊരിക്കലും ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എനിക്ക് അത്രയും ഇമോഷണലായിട്ട് ഞാൻ അത്രയ്ക്ക് ഡിസ്റ്റർബ്ഡ് അല്ലായിരുന്നു. ഈജിപ്തിൽ വെച്ച് ഞാൻ വല്ലാതെ അങ്ങ് ഇമോഷണലായിട്ട് ഡിസ്റ്റർബ്ഡായിപ്പോയി. കാര്യം വെള്ളത്തിലൂടെ ഞാൻ ചാടി, ഞാൻ നടന്നു. അപ്പോഴിങ്ങനെ കടലിങ്ങനെ പൊന്തിക്കിടക്കുകയാണ്. ഞാനൊരു തുടയപ്പം വെള്ളമായപ്പോൾ
തന്നെ ഞാൻ ഓർത്ത് പേടിച്ചു പോയി. വിജയകുമാർ എൻ്റെ മുറി കിടപ്പുണ്ട്, അടുത്ത മുറിയിലാണ് കിടക്കേണ്ടത്. അയാൾക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന കാര്യം. അപ്പോൾ വല്ല ചൊറകോ ചിമിങ്ങലോ വല്ല ഞൊട്ടിയ എന്ന് ചോദിച്ചാൽ പിടിക്കിടവില്ല, പിന്നെ പിടികിട്ടത്തുമില്ല. ആർക്ക് ശരിക്കും സംഭവിച്ചെന്ന് പോലും അറിയാൻ പാടില്ല വരും. അപ്പോൾ ഞാൻ കൊണ്ട് പേടിച്ച് ഞാൻ ചാടിക്കരക്ക് വീണ് അവിടെ കിടന്ന് അണച്ച് പിന്നെ ഒരു കണക്കിന് വേച്ച് എൻ്റെ മുറിയിലോട്ട് വന്ന്. പിന്നെ എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റിയില്ല. 8 മണിയായപ്പോൾ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ വിജയകുമാർ പറഞ്ഞ് ഇന്നലെ രാത്രി അമ്മ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയും. പുള്ളിക്ക് ഇങ്ങനെ സങ്കടമായി. കാര്യം എൻ്റെ ഒപ്പം പ്രാർത്ഥിച്ച ആളാണ്, പുള്ളിക്ക് അമ്മ കണ്ടില്ല, അതുകൊണ്ട് പുള്ളിയുള്ള ഒരു സങ്കടമാകത്തെ. പക്ഷെ എനിക്ക് വേറൊരു സംഭവം അറിയാമായിരുന്നു. ആ വായി കൈയിട്ടതിന് എന്തോ ഒരു എന്തോ ഒരു മെസ്സേജ് ഉണ്ടെന്നറിയാമായിരുന്നു. അപ്പം ഞാൻ അമ്പലപ്പുഴ പള്ളി ഇരിക്കുകയാണ്. ഞാൻ നാട്ടിലെത്തിയതിന് ശേഷം ഞാനതിൻ്റെ മേട ക്ലോസ് ചെയ്തിട്ട് ഞാൻ 1 മണിക്കൂർ കൊന്തയില്ലേ. കൊന്തയിടും ഞാൻ എന്താണ് അമ്മേ രാത്രി സംഭവിച്ചത്, വായിൽ എന്താ കയറ്റൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി ബൈബിൾ ഓപ്പൺ ചെയ്ത്. അപ്പോഴാണ് അവരുടെ പ്രസംഗങ്ങളെ അവൻ്റെ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുമെന്നാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ പ്രസംഗങ്ങളെ അടയാളങ്ങൾ കൊണ്ട്. ഇപ്പോൾ ഇന്നീ കാണുന്ന അടയാളങ്ങളെല്ലാം എന്താ സംഭവം, അന്ന് നടന്നത് 2011 നടന്ന സംഭവമാണ്. അപ്പോഴേ ഈ പ്രസംഗങ്ങളെ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ആണ് ഈ കൃപാസനം ഇങ്ങനെ മാറാൻ തുടങ്ങിയത്. വല്ലാത്ത രീതിയിൽ മാറാൻ തുടങ്ങിയത്. അടയാളങ്ങളോടുകൂടി തന്നെ ആൾക്കാർക്ക് ദൈവത്തെ അനുഭവിക്കുന്ന ഒരു ഇടമായിട്ടിത് മാറി. അത് അങ്ങനെ മാറിയതല്ല, അതിന് വേറെയും ചരിത്രമുണ്ട്. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ട്രാൻസ്ഫറായി ആ പള്ളിയിൽ നിന്ന് ട്രാൻസ്ഫറായി. ആ ട്രാൻസ്ഫറായ പള്ളിയിലേക്ക് ഞാൻ വന്ന് സക്രാരി ചാർജ് എടുക്കാൻ വേണ്ടി സക്രാരി തുറന്ന് സക്രാരി പൂട്ടി. അപ്പോൾ കപ്പേര് പറയും ഇനി മധ്യസ്ഥ അടുത്ത് പോയി പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞാൻ മധ്യസ്ഥനടുത്ത് പ്രാർത്ഥിക്കാൻ രൂപക്കൂടിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്ന് ഈജിപ്തിൽ വെച്ച് എൻ്റെ അരികിൽ കിടന്നുറങ്ങിയ ആളാണ്, അതേ രൂപമാണ് ഈ രൂപക്കൂട്ടി ഇരിക്കുന്നത്. ഞാനിപ്പം നിങ്ങളോട് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിശ്വാസത്തിൽ ജീവിക്കുകയല്ല. ഇനിയും നിങ്ങൾക്ക് നേരം വെളുക്കണം. കാര്യം ഓരോ മതക്കാരും ഓരോ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി വിശ്വാസമല്ല. നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വിശ്വാസത്തിൻ്റെ ചില പരിചരണങ്ങളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ദൈവം ഇത്രയും ടാഞ്ചിബിളായിട്ടുള്ളത്, അതാണ് ദൈവം ഇങ്ങനെ ഇത്രയും തൻ്റെ ജനങ്ങളോട് സംസാരിക്കുന്ന ഏത് ജനതയുണ്ടെന്നൊക്കെ ചോദിക്കണില്ലേ. ടെക് ദ വെടപ്പാട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ ചായുന്നു ഞാൻ. നിയമാവർത്തനം 4:7. നിയമാവർത്തനം 4:7. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ അത്രയും ദൈവം ടാഞ്ചിബിളായിട്ടുള്ള
ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമാകണമെന്ന് പറയണത് ആകണത് പറ്റും, പക്ഷെ അങ്ങനെയല്ല. അത് ആ അനുഭവം നമ്മുടെ അവകാശമായിട്ട് അത് അനുഭവേദ്യമാകണം നമ്മൾക്ക്. അല്ലാതെ എന്തെങ്കിലും ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് അത് ചോദിച്ചു, കിട്ടിയില്ലേ കിട്ടിയില്ല, 2 ആഴ്ച പള്ളിയിൽ പോയി, 4 ആഴ്ച പോയില്ല, 2 ആഴ്ച കുടുംബപ്രാർത്ഥന പങ്കെടുത്ത്, 3 ആഴ്ച പങ്കെടുത്തില്ല, ഇങ്ങനെ പോലെ അലവലാതി വിശ്വാസികളായിട്ട് ഒരു കഥയുമില്ല. ശരിക്കും പറഞ്ഞ് ഈ ആൾക്കാർക്ക് ദൈവാനുഭവം ഇല്ലാത്തതിൻ്റെ കാര്യം കൈയിരിക്കുന്ന അലവലാതി തരം കൊണ്ടാണ്. അതായത് ഈ പണ്ട് എൻ്റെ കുഞ്ഞുനാളിലെ ഈ ബെഞ്ചമിൻ എന്നും പറഞ്ഞു ഒരു ഭ്രാന്തനുണ്ടായിരുന്നു. ബെഞ്ചമിൻ അയാളിങ്ങനെ മുടിയെല്ലാം വളർത്തി, ആരും വെട്ടിക്കൊടുക്കാനില്ലായിരുന്നു. അയാൾ ഞങ്ങളുടെ വഴികളിൽ കൂടി പോണത് കാണുമ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ അയാളെ നോക്കിക്കൊണ്ട് നിൽക്കും. അയാളിങ്ങനെ ആടി 2 ചെവിട് മുമ്പോട്ട് വെക്കും. എന്നിട്ട് ഈ ബെഞ്ചും ഭ്രാന്തൻ പിന്നെ ആടി 4 ചെവിട് പുറകോട്ട് വെക്കും. ഞാൻ എൻ്റെ ജീവചരിത്രത്തിൽ ഈ ബെഞ്ചും ഭ്രാന്തനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മുടെ പലരുടെയും ആധ്യാത്മികത ഈ ബെഞ്ചും ഭ്രാന്തൻ്റെ നടപ്പ് പോലെ 2 ആഴ്ച മുമ്പോട്ട് വെക്കും, 4 ആഴ്ച പുറകോട്ട് വെക്കും. അതാണ് വിഷയം. ഒരു മൂച്ചിന് പള്ളിയിലൊക്കെ പോകും, കുമ്പസാരമൊക്കെ ആയിട്ട് നടക്കും. ഒരു മൂച്ചിന് പിന്നെ എല്ലാം അവസാനിപ്പിച്ചിട്ട് ലോകത്തിൻ്റെ വഴികളിലൂടെ റീൽസും കടങ്ങനെ ഇരിക്കും. അതാ കുടുംബപ്രാർത്ഥന പോലും ചെല്ലത്തില്ല, ആ റീൽസും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെന്താ വെച്ചാൽ കുറച്ച് നാളായി കഴിഞ്ഞാൽ അവിടെ കുഴപ്പം. ഇത് ഇങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞാൽ പിന്നീട് ദൈവം ഈ റിജക്റ്റ് ചെയ്യും, റിജക്ഷൻ പോയിൻ്റ് വരും. ബൈബിളിലുള്ള ഏറ്റവും വലിയൊരു വിഷയമാണ് റിജക്ഷൻ. അതായത് ദൈവം ഇങ്ങനെ പതുങ്ങിയൊക്കെ കൂടെ നടന്ന ശേഷം പെട്ടെന്നൊരു കാലത്ത് അവൻ ദേവാലയം വിട്ടുപോയെന്നല്ലേ പറയണത്. അത് നമ്മളെ വിട്ടുപോകും, നമ്മൾ പോലും അറിയത്തില്ല, വിട്ടുപോകും. കാര്യം നമ്മുടെ ഈ ബെഞ്ചും ഭ്രാന്തൻ്റെ രീതിയിലുള്ള ആധ്യാത്മികതയാണല്ലോ. 2 ആഴ്ച മുമ്പോട്ടും 4 ആഴ്ച പുറകോട്ടുമായിട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ പ്രാന്തിന് കൂടെ ദൈവം നടക്കത്തില്ല. പ്രാന്തിൻ്റെ വഴിക്ക് വിട്ട് വെച്ചും ദൈവം വിട്ടുപോയി കളയും. അതെപ്പോഴും നമ്മൾ വളരെ അപകടകരമായൊരു സ്ഥലമാണത്. പക്ഷെ നമ്മൾ ഒന്നിനൊന്ന് ഓരോ ദിവസവും അടിക്കടി ഇത്തിരി കഷ്ടപ്പെട്ടാലും കർത്താവുമായിട്ട് ജീവിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് ഉടമ്പടിയാണ്. കാര്യം എന്താ, ഉടമ്പടിയിൽ ഇന്ന് വരെ ഈ കഴിഞ്ഞ 1000 കൊല്ലം ഇല്ലാത്ത ഉരുത്തിരിഞ്ഞ് വന്ന 1000 കൊല്ലം ഉരുത്തിരിഞ്ഞ് വന്നത് എന്താണ്? 12-ാം നൂറ്റാണ്ടിൽ ജപമാല വെളിപ്പെടുത്തിയെങ്കിലും 16-ാം നൂറ്റാണ്ട് തൊട്ടാണ് ജപമാല വളർന്ന് പ്രചരിച്ചത്. പക്ഷെ ജപമാല ആയാലും അതിൻ്റെ അകത്തുള്ളത് എന്താണ്? റിസൈറ്റിംഗ് ആണ്, പ്രാർത്ഥനയാണത്. അത് പ്രാർത്ഥനയാണ്. പക്ഷേ ഇന്ന് ലഭ്യമാകുന്ന കുർബാന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ടോപ്പ് പ്രാർത്ഥനയാണ്. പക്ഷേ ബേസിക്കായിട്ട് പ്രാർത്ഥനയാണ്. അത് മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഒരു കൊന്ത ചൊല്ലി കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ട് കാര്യമില്ല. മധ്യസ്ഥ പ്രാർത്ഥനയില്ലെങ്കിൽ ഞങ്ങൾക്ക് ചെല്ലണ പോലെ 1000 മണിയുടെ ജപമാല ചൊല്ലി, കൃപാസനത്തെ പണ്ട് ചൊല്ലിക്കൊണ്ടിരുന്ന 1000 മണി ജപമാലയാണ്. അത് 3 ദിവസം അടുപ്പിച്ച് 1000 മണി ജപമാല ചൊല്ലും. 3 ദിവസം അടുപ്പിച്ച് രാത്രി 22 മണിക്കൂർ 1000 മണി ജപമാല മാറി ആൾക്കാർ ചൊല്ലിക്കൊണ്ടിരിക്കും. എന്തിനാണ്? ലോക സുവിശേഷവൽക്കരണത്തിന്, അല്ലാതെ മകളെ കെട്ടിക്കാനും പിള്ളേരുണ്ടാകാനും അല്ല. ലോകത്തെ വിശ്വാസം കൈമാറാൻ വേണ്ടി 1000 മണിയുടെ ജപമാല ആ കാണുന്ന അത്രയും സ്ഥലത്താണ് ഒരു ടെൻറ്റ് കെട്ടിയിട്ട് 2003 1000 മണി ജപമാല ഇല്ലേ, 3 ദിവസം അടുപ്പിച്ച്. അങ്ങനെ ഒരു സെക്ഷനിൽ 1 വർഷം മുഴുവനും ചൊല്ലി. ആ 2003 മൊത്തം ചൊല്ലി. 2003 ഒക്ടോബർ 25-ാം തീയതി വരെയാണ് ചൊല്ലിയത്. 2002 ഒക്ടോബർ തൊട്ട് 2003 ഒക്ടോബർ വരെയാണ് 25-ാം തീയതി വരെ ചൊല്ലി. 1 കൊല്ലം മുഴുവൻ ചൊല്ലി. പിന്നെ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആയപ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഈ ദൈവം പ്രത്യക്ഷപ്പെടും, ഒരു പ്രശ്നവുമില്ല. നമ്മൾ വിശ്വാസം സത്യസന്ധമാണെന്ന് തോന്നിയാൽ മതി. ദൈവത്തിന് വിശ്വാസം സത്യസന്ധമാണ്, പിന്നെ ദൈവത്തിന് വേണ്ടിയാണെന്ന് തോന്നണം. അല്ല നമുക്ക് വീട് വെക്കാനും ജപ്തി മാറാനും മാത്രമാണെന്ന് തോന്നിയാൽ ദൈവം കുറച്ച് നാൾ കഴിയുമ്പോൾ റിജക്റ്റ് ചെയ്ത് കളയും. വിശ്വാസം സത്യസന്ധമാണ്, ദൈവത്തിന് അതാണ് കർത്താവിനെ തൊടുന്ന പരിപാടി എന്ന് പറയണത്. വിശ്വാസം സത്യസന്ധമാണെന്ന്
അത് ദൈവത്തിന് ആണ് അതിന് പ്രാധാന്യമെന്നും അല്ല വീട്ടിലെ ആനുകൂല്യങ്ങൾക്കല്ല എന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം നിന്നെ ടേക്കപ്പ് ചെയ്യും. പിന്നെ നിനക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. നിൻ്റെ എല്ലാ വിഷയങ്ങളുടെ പേരും കർത്താവ് തീരുമാനമെടുക്കും. മൈന്യൂട്ട് കാര്യങ്ങളെപ്പോലും കർത്താവ് സംസാരിക്കും. ഇപ്പം ഞാൻ സമയത്ത് ഞാൻ ഓർക്കുകയും, അതായത് നമ്മൾ വിശ്വാസത്തെ വളർച്ച അനുസരിച്ച് നമ്മൾ ദൈവാനുഭവത്തിൻ്റെ പുതിയ ചോദ്യങ്ങൾ ചോദിച്ചാണ് വിശ്വാസത്തിൽ വളരണത്. ഇപ്പം അപ്പോസ്തലന്മാർ ഒരു കർത്താവ് വഞ്ചിയിൽ ഉറങ്ങിക്കിടന്നൊരു സ്ഥലമില്ലേ? അപ്പം ചില സമയത്തൊക്കെ ദൈവം ഇങ്ങനെ ഉറങ്ങിക്കിടക്കണ പോലെ കാണിക്കും. പക്ഷെ അപ്പോൾ അപ്പോസ്തലന്മാർ പറയണത് എന്താ? നീ ഗവനിക്കണില്ലേ? ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ ഗവനിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഉണർന്നിട്ട് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് അടങ്ങാൻ പറയുമ്പോൾ അപ്പോസ്തലന്മാർ ഈ ശാന്തത കണ്ടിട്ട് ചോദിക്കണ ചോദ്യം എന്താണ്? ഇവൻ ആരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പം അനുഭവങ്ങളിലൂടെയാണ് ആത്മീയത വളരണത്. കൃപാസനത്തിൽ എപ്പോഴും അനുഭവങ്ങൾക്കാണ് പ്രാധാന്യം. അതായത് ഐഡിയൽ സെറ്റിൻ്റെ പ്രാക്ടീസ്, നമുക്കുള്ളൊരു വിശ്വാസത്തെ നമ്മൾ പ്രയോഗത്തിലേക്ക് സെറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് ആൾക്കാർക്ക് അനുഭവങ്ങൾ കിട്ടണത്. അപ്പോഴും ഒരു ചോദ്യം വരും, എന്താണ് ഇവൻ ആരാണ്? ഇപ്പം നമ്മളിപ്പോൾ കണ്ട സാക്ഷിയില്ലേ ഡേവിഡ് എന്തൊരു ആ കുഞ്ഞ് സംസാരിക്കണില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഡേവിഡ് ഏതാണ്ട് സ്വർഗം കുട്ടിയെ പോലെയാണ് പറയണത്. എന്താണ് ഇവൻ വയലൻ്റ് ആയിരുന്നു, നാട്ടുകാരെ ഉപദ്രവിക്കുമായിരുന്നു, ഇവന് ഓർത്തിട്ട് ഞങ്ങൾക്ക് എപ്പോഴും അസമാധാനമായിരുന്നു. ഇപ്പം ഇവൻ ശാന്തനായി, ഇവൻ സൗമ്യനായി, ഇവന് ഇപ്പം ഫുൾ ടൈം ക്ലാസ്സിലിരിക്കുകയാണ്. പണ്ട് 11 മണിയാകുമ്പോൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോരണതാണ്. ഇന്നിപ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞു അവൻ്റെ ഗുഡ് ബോയ് ആയവൻ അവന് വൈകുന്നേരം വരെ ഇരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലെന്ന്. വെറും ഉടമ്പടിത്തേലും നാവെ തെച്ചതാണേ. അതാണ് ഇവൻ ആരാണ്. അപ്പം നമ്മൾ തോന്നുന്നു ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ ആ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങേപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങേപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചായുന്നു ഞാൻ. മത്തായി 8:27. മത്തായി 8:27. അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. അപ്പം ഇങ്ങനെ അടയാളങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ അന്വേഷിച്ച് പോകണം. ദൈവത്തെ ഇവൻ ആരാണെന്ന് ചോദിക്കണം. എന്നിട്ട് കർത്താവിനെക്കുറിച്ചുള്ള അറിവിൽ നമ്മൾ വളരണം. ഇനി ദൈവം അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ, അങ്ങനെ ചോദിച്ചാൽ, കർത്താവിൻ്റെ അനുഭവത്തിൽ വളരാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ, പിന്നീട് നമ്മളെ വളർത്തിയിട്ട് ദൈവം നമ്മളോട് ചോദിക്കും, എന്താണ്? ഞാൻ ആരാണെന്നാണ് ജനങ്ങളെ പറയണത്. പിന്നെ ചോദിക്കണത് എന്താണ്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. കണ്ട, ഓരോ ചോദ്യത്തിലൂടെയാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നമ്മൾ വളർന്ന് വരണത്. അപ്പം കഴിഞ്ഞ കൊല്ലം ഉണ്ട് എന്തിനാണ് നിങ്ങളുടെ പ്രസംഗം കേൾക്കണത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രബോധനം കേൾക്കണത്? അതായത് നമ്മളുടെ വയസ്സിനൊപ്പമെങ്കിലും നമുക്ക് അറിവ് വേണം ദൈവത്തെക്കുറിച്ച്. അല്ല, പണ്ട് വേദപാഠം പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന അറിവ് വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കഥയുമില്ല. ഇപ്പം ഞാനുണ്ടല്ലോ, ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് മുമ്പ് ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ഈ 10 കൊല്ലമായ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ വാർഷികമായിരുന്നു. അപ്പോൾ ആ വാർഷികത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയായിരുന്നു. അത് ഞാൻ പണ്ടിരുന്ന പള്ളിയാണ്. അവിടെ ഞാൻ പള്ളി വെച്ചെന്നൊക്കെ പറഞ്ഞത്. ഈ പള്ളിയിലാണ് ഞാൻ അബ്സപിതാവ് മധ്യസ്ഥനായിട്ട് വന്നെന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ പറയണത് അനുഭവങ്ങളെക്കുറിച്ചാണ് പറയണത്. അതായത് നിങ്ങൾ ദൈവത്തോട് അനുഭവങ്ങൾ ചോദിക്കണം.
പക്ഷെ എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ അറിയാനും ആ അറിഞ്ഞ അറിവിലെ ജീവിക്കാനും മറ്റുള്ളവർക്ക് ദൈവത്തെ പറഞ്ഞു കൊടുക്കാനും ആയിരിക്കണം. നിങ്ങളും ദൈവത്തോട് ചോദിക്കണം. കാര്യം അപ്പോൾ അന്ന് ഞാൻ ഈ പള്ളി വെച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഇപ്പം ഞങ്ങളുടെ ഇടവകയിൽ മഠവും ഇല്ല, ഒരു സ്ഥാപനവും ഇല്ല, മഠവും ഇല്ല, സ്ഥാപനവും ഇല്ല, സ്കൂളൊന്നും ഇല്ല. അപ്പം ഞാൻ ഉടനെ എനിക്ക് പോകാനുള്ള സമയമായി. ഒരു കൊല്ലമേ ഉള്ളൂ എനിക്ക് അവിടുന്ന് പോകാൻ. ഈ ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു മഠവും വേണം, സ്ഥാപനവും ഉണ്ടാകണം. അപ്പം ഞങ്ങളെന്ത് ചെയ്ത്, ഞങ്ങൾ ജപമാല ചൊല്ലി, ഒരു മാസം മുഴുവൻ ജപമാല ചൊല്ലി. CCR സിസ്റ്റർ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു കോൺവെൻറ്റ് സ്ഥാപിക്കണം, അച്ഛൻ അതിനെ സഹായിക്കണം. അപ്പം ഞാൻ പിന്നെ അവിടെ കൂടെ പോയി കുറേ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ഒരു 3 ഏക്കർ സ്ഥലം വാങ്ങിച്ച് ഞങ്ങളപ്പം തന്നെ കോൺവെൻറ്റ് സ്ഥാപിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആ ഒരു കൊല്ലം കൊണ്ട് സ്കൂളുമായി, ഒരു കൊല്ലം കൊണ്ട് കോൺവെൻറ്റ്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ടേ, ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നമ്മൾ ദൈവത്തെ അറിയണത് ദൈവത്തിന് വേണ്ടി കൂടിയാകണം. അല്ലാതെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമായാൽ നമുക്ക് ദൈവം നമ്മുടെയൊക്കെ അത് ഇൻട്രാക്ട് ചെയ്യത്തില്ല. എല്ലാ ആൾക്കാർക്കും പറ്റണ ഏറ്റവും വലിയ അബദ്ധം അതാണ്. ദൈവത്തെ അറിയണം. എന്തിനാണ് അറിയണത്? അവരെ മകളുടെ കാര്യം. ഇന്നലെ 76 വയസ്സുള്ള വല്യമ്മ എന്നെ കാണാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വല്യമ്മക്ക് ഉടമ്പടി ചീട്ട് തന്ന ആളെ ഞാൻ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞു. ഈ 76 വയസ്സുകാരൻ എന്ത് ഉടമ്പടി ചെയ്യാനാണ്? പറ്റിപ്പാണ്. അതിന് ഇവരെന്താ പറയണത്? പേരക്കിടാങ്ങളുടെ കാര്യം. അപ്പം ഞാൻ ഈ പേരക്കിടാങ്ങളുടെ തള്ളേന്തി, അവളവിടെ ഉണ്ട്, അവൾക്കൊന്നും നേരെയില്ല. ഈ വല്യമ്മ 76 വയസ്സുള്ള വല്യമ്മ 10 രൂപ കൊടുക്കത്തില്ല. ഉടമ്പടിയുടെ കാര്യം ഇവിടെ വന്ന് ചീട്ടും മേടിച്ച് അച്ഛനെ കാണാൻ വേണ്ടിയാണ് ഈ കളി മുഴുവൻ കളിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ പോയാൽ 75 90 വയസ്സ് ജീവിച്ചിട്ടും കാര്യമില്ല. ദൈവത്തിന് തോന്നണം, ദൈവത്തിന് വേണ്ടി കൂടിയാണ് നമ്മൾ ജീവിക്കണമെന്ന്. ദൈവത്തിന് വേണ്ടി കൂടിയാണ് ജീവിക്കണമെന്ന് തോന്നിയാൽ ദൈവം പിന്നെ നമ്മളെ വിട്ടു പോകത്തില്ല. ഇങ്ങനെ വരാൻ ഒരു സ്ഥലമാണ് ഈ കൃപാസനം എന്ന് പറയണത്. കൃപാസനത്തിൻ്റെ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ കരിസ്മാറ്റിക് ആധ്യാത്മികത ഒന്നുമല്ല. ഇതിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് ടാഞ്ചിബിളായിട്ടുള്ള ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രേക്ഷിതരും മിഷണറിമാരായിട്ടുള്ളവരെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലമാണിത്. അങ്ങനെ മിഷണറിയായിട്ട് ചെയ്ത് ദൈവത്തിന് തോന്നിയാൽ ദൈവം നമ്മളെ വിട്ടുപോരത്തില്ല. കാര്യം ഞാൻ ആ പള്ളി വെച്ച് തീർന്നപ്പോൾ 1 കോടി, അന്ന് എനിക്കധികം കാശായില്ല, പക്ഷേ ഇപ്പോഴൊക്കെ 3-4 കോടിയൊക്കെ രൂപ അതിന്. എനിക്ക് 1,25,00,000 രൂപയുള്ള ആ പള്ളി വെക്കാൻ. പക്ഷെ അത് ഞങ്ങൾക്ക് കിട്ടാൻ പാടായിരുന്നു. കാര്യം ഞങ്ങൾക്ക് 10-75 വീട്ടുകാരേ ഉള്ളൂ, 125 വീട്ടുകാരേ ഉള്ളൂ. അപ്പം അതിൽ നിന്ന് എക്സ്ക്യൂസ് ചെയ്തെടുക്കണം. ഭയങ്കര പാടായിരുന്ന വിഷയം. അപ്പം അതെങ്കിലും നടന്ന കാര്യങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ കുറേ റിസേർച്ചും പഠനങ്ങളൊക്കെ ഉണ്ട്. സഭയുടെ സാംസ്കാരിക കലാപേതരങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻസൈക്ലോപ്പീഡിയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്കതിനൊരു ഡോക്ടറേറ്റ് കിട്ടി മധുര യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അത് മധുര യൂണിവേഴ്സിറ്റി അല്ല, അതൊരു ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയാണ്, ഓണററി ഡോക്ടറേറ്റ്. അപ്പോൾ അത് മധുരയിൽ നിന്നാണ് കിട്ടുന്നത്. ഞാൻ മധുരയിൽ വാങ്ങിക്കാൻ പോയി. ആ ഡോക്ടറേറ്റ് അവിടെ വെച്ച് തന്നതിന് ശേഷം അപ്പോൾ ഞാൻ തന്നെ ഇതായിപ്പോയി. അതായത് ഈ പള്ളി പണി കഴിഞ്ഞതിന് ശേഷം അമ്മ പള്ളി പണിതതിനൊരു സമ്മാനം പോലെ ഈ ഡോക്ടറേറ്റ് തരണത്. അത് വാങ്ങിക്കാൻ വേണ്ടി ഹോട്ടലിൽ, മധുരയിലെ ഒരു ഹോട്ടലിൽ വന്ന് താമസിച്ച്. ഞാൻ വിജയകുമാറും തങ്കച്ചനും സണ്ണി എല്ലാവരുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നിന്ന് ജപമാല ചൊല്ലി രാത്രി. കാര്യം എങ്ങനെയൊക്കെയാണ് ഇവിടം വരെ എത്തിയത്? ഇങ്ങനെ എയർ ലിഫ്റ്റ് ചെയ്യണ പോലെയാണ് പോണതേ. അത് അമ്മ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കും, ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കും. അല്ലെ പിന്നെ ഡോക്ടറൊക്കെ തരുക. ഞാൻ ചെയ്ത വർക്ക് നല്ലതാണ്, 17 കൊല്ലം ചെയ്തതാണ്. പക്ഷേ അത് കറക്റ്റ് പ്ലേസ്മെൻറ്റിൽ കൊണ്ടുപോയി ഡോക്ടറേറ്റ് തന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയാണ് ഇവിടം വരെ കൊണ്ടുവന്നത്. ഇനി അമ്മയുടെ അടുത്ത് അമ്മയുടെ ഒരു പള്ളി ഈ നാട്ടിൽ എവിടെയാണ് ഉള്ളത്, അവിടെ പോയി അമ്മയെ കാണാതെ നമ്മൾ നാട്ടിൽ പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ വിജയകുമാർ എന്നോട് പറഞ്ഞ് വാടിപ്പെട്ടി പോയാൽ മതി, മധുരയിൽ നിന്ന് 30 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ വാടിച്ചട്ടി ചെന്ന് അവിടം വരെ ജപമാല എലിയാണ് ചെല്ലണത്. പക്ഷേ വാടിപ്പെട്ടി ചെന്നപ്പോൾ ഞാൻ ഫെയിൻ്റായിപ്പോയി. ശരീരം ഉച്ച മുതൽ താഴേക്ക് തളർന്നു പോയി, കയറാൻ പറ്റിയില്ല. ഇവരെല്ലാം കയറി നേർച്ചയിട്ട് എന്നോട് പറഞ്ഞ് കയറുന്നില്ലെന്ന് വെച്ചാൽ പറഞ്ഞ്. അപ്പോൾ എൻ്റെ മനസ്സിൽ അമ്മ എന്നോട് പറഞ്ഞ്, ഇവിടെ കയറേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. കയറാൻ പറ്റത്തില്ല. കാര്യം ഇതിനേക്കാൾ വെടിപ്പായിട്ടും വൃത്തിയായിട്ടും വെളിച്ചത്തിലാണ് നിൻ്റെ മുമ്പിൽ ഞാൻ 10 കൊല്ലം മുമ്പ് പ്രത്യക്ഷപ്പെട്ടത്. നീ ഇന്ന് വരെ ദൈവത്തിൻ്റെ തിരുമനസ് എന്താണെന്ന് നോക്കിയിട്ടില്ല.
ആ സഭയെ പേടിച്ചെന്ന്, നാട്ടുകാരെ പേടിച്ചെന്ന് നീ അത് പതുക്കി വെച്ചു. അതുകൊണ്ട് അതിന് സമാധാനം ഉണ്ടാക്കിയിട്ട് നീ കയറിയാൽ മതി. അപ്പം ഞാൻ പിന്നെ കയറിയില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോരുകയാണ്. അവിടെ വെച്ച് അമ്മ ഒരു പ്രാർത്ഥന തന്നു. എന്താണ്? പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ആദ്യത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അതാണ് പ്രാർത്ഥന ആദ്യത്തെ. അത് 10,000 പേർക്ക് അടിച്ചു കൊടുത്ത് അമ്മയുടെ പടം വെച്ച്. അന്ന് ഈ മാതാവ് ഇല്ല, നമുക്ക് ലൂർദ് മാതാവിൻ്റെ മറ്റു പടം വെച്ച് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ പടം വെച്ച് അടിച്ചു കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാനും വിജയകുമാരും കൂടി വേളാങ്കണ്ണി നിന്ന് പ്രാർത്ഥിക്കണം. 90 കൊന്തയില്ലേ. അപ്പോഴാണ് വിജയകുമാർ പറഞ്ഞ എഗ്രിമെൻ്റ് എന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഉടനെ പരിശുദ്ധാത്മ പറഞ്ഞ് അങ്ങേര് ബിസിനസ്മാനാണ്, അങ്ങേർക്ക് എഗ്രിമെൻ്റ് എന്ന് പറയാൻ പറ്റില്ല, എഗ്രിമെൻ്റ് അല്ല, അത് ഉടമ്പടിയാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ സാറിനോട് പുസ്തകം മേടിച്ചിട്ട് കീറി ഒരു പേപ്പർ പുള്ളിക്കും കൊടുത്ത് ഒരു പേപ്പർ ഞാനും എടുത്ത് ഞാൻ കിഴക്കോട്ട് പോയി വേഗമാതാവിൻ്റെ മുമ്പിൽ നിന്ന് 4 കൊന്തയില്ലേ. എന്നിട്ട് ഞാൻ ഇങ്ങനോട് പറഞ്ഞ് ഇപ്പം അമ്മ കുറേ സംസാരിക്കും, ഇപ്പം അതിനെ എഴുതി വെക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ തന്നെ സംസാരിക്കാൻ തുടങ്ങി. അതെല്ലാം ഞാൻ എഴുതി വെച്ച് നിറച്ചെഴുതി വെച്ചിട്ടാണ് ഞാൻ 4 കൊന്തയും കഴിഞ്ഞ് വരുമ്പോഴുണ്ട് പുള്ളിക്കാരനെ എഴുതി വെച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞത്. അതെല്ലാം പാപത്തിൻ്റെ ലിസ്റ്റുകളാണ്. എൻ്റെ കയ്യിലുള്ളതെല്ലാം അനുഗ്രഹത്തിൻ്റെ ലിസ്റ്റുകളാണ്. തമ്മിൽ കൊണ്ടുവച്ചപ്പോൾ പരിശുദ്ധാത്മാ പറയുന്നത് അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കുക. അതാണ് ഉടമ്പടി, ആദ്യത്തെ ഉടമ്പടി. അതിൻ്റെ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 72 മണിക്കൂറിനുള്ളിലാണ് അവൻ പറയണ പോലെ ചെയ്യുക എന്നുള്ള കറക്റ്റ് ഉടമ്പടി മരിയൻ ഫോർമാറ്റ് വരണത്. നോക്കി നിങ്ങൾ ഈ സ്റ്റെപ്പായിട്ട് ഈ സംഭവിക്കുന്ന അനുഭവങ്ങൾ കണ്ടില്ലേ? ഇതെല്ലാം കോർത്തിണങ്ങിയിട്ടാണ് ഇപ്പോൾ 20 ലക്ഷം പേരാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ലോകത്ത് വേറെ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കണം. ഇപ്പം വേറൊരു മുന്നേറ്റമാണ്. നല്ല മിഷണറിമാരും നല്ല എന്തുമാത്രം ഉപവിപ്രവർത്തനങ്ങൾ ലോകം മുഴുവനും, എത്രയെത്ര ഓർഫണേജുകൾ, എത്രയെത്ര ആതുരാലയങ്ങൾ, എല്ലായിടത്തും ഈ ഉടമ്പടി എടുത്ത ആൾക്കാർ ഭക്ഷണവും കൊണ്ട് പണവും കൊണ്ട് ചുവന്നുകൊണ്ട് നടക്കി വെളുപ്പിന് എഴുന്നേറ്റ് കൊണ്ടുപോയി അവിടെ നിന്ന് അവിടെ നഖം വെട്ടുന്നു, ഉടുപ്പലാക്കി കൊടുക്കുന്നു. ലോകം മുഴുവൻ ദിവ്യകാരുണ്യത്തിൻ്റെ കാരുണ്യപ്രവൃത്തിയുടെ ഒരു പുതിയ കാലം തുടങ്ങിയിരിക്കുക. അതെല്ലാം മരിയനാണ്. കരിസ്മാറ്റിക് വളർന്നപ്പോൾ അവർക്ക് പറ്റിയ ഒരു അബദ്ധമുണ്ട്. അവർ പ്രൊട്ടസ്റ്റൻ്റ് തിയോളജി ഫോളോ ചെയ്തിട്ട് അതിൻ്റെ പേരിൽ മറിയത്തെ അവർ സൈഡ് ലൈനാക്കി കളഞ്ഞു. അതാണ് എൻ്റെ അത് വരുന്ന വിഷയം. അമ്മയെക്കുറിച്ച് അവർ ആദ്യം പറയത്തില്ല, അവസാനം മേമ്പൊടിക്കൊരു ക്ലാസ്സൊക്കെ പറയുമെന്നല്ലാതെ അവർ പിന്നെ ഈ പ്രാർത്ഥനയിടക്ക് ഒന്ന് സൂചിപ്പിക്കുന്നല്ലാതെ മരിയൻ ബേസ് ചെയ്തിട്ട് ദൈവം ഉണ്ടാക്കിയ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് അവർ സൈലൻ്റ് ആയിരുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് കേരള സഭയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി പേര് യഥാർത്ഥ സഭ വിട്ടുപോയി ഇടയായിട്ടുണ്ട്. വേറെ ഒത്തിരി നല്ല ഒത്തിരി ഫ്രൂട്ട്സുകൾ അതിൽ നിന്നുണ്ടാകുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു അജണ്ട പ്രചരിച്ചിരിക്കുന്നതിന് സഭ സൂക്ഷിച്ചു പോയിട്ടുണ്ട് ചില സമയത്ത് ചിലയിടത്ത്. അപ്പം എന്താ വിഷയം? അതിനെല്ലാം പരിഹാരമായിട്ടാണ് മരിയൻ ഉടമ്പടി വരണത്. പുതിയ കാലത്ത് പുതിയ മിഷണറിമാരെ സൃഷ്ടിച്ചുകൊണ്ട് പുതിയ തരത്തിലുള്ള വിശ്വാസ കൈമാറ്റവും സുവിശേഷ സാക്ഷീകരണവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ പഠിച്ച് ഇന്ന് ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളും ദൈവത്തെ മനസ്സിലാക്കാനും അനുഭവിക്കാനും ആഴപ്പെടാനും വേണ്ടിയുള്ള ഇതിൻ്റെ അകത്തുള്ള ഫോർമുലകൾ മനസ്സിലാക്കിയിട്ട് ആഴമുള്ള ഈടുള്ള ഒരു ക്രൈസ്തവ വ്യക്തിത്വമായി വികസിച്ചു വരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 Praise
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു അനുഭവങ്ങളിൽ നമ്മൾ ആദ്യം കണ്ടത് ഇവൻ ആരാണ്, കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഇനി ആ അനുഭവങ്ങളൊരു അടിസ്ഥാന അനുഭവങ്ങളിൽ നിന്ന് പിന്നീട് ജനങ്ങളുടെ അനുഭവങ്ങളിലേക്ക് സുവിശേഷം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. 16:13 യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അപ്പൊ ജനങ്ങൾ അന്ന് മുതൽ പറയുന്നത് പ്രവാചകന്മാരിൽ ഒരുവനെന്നാ പറയണത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളും ചിലപ്പോൾ അറിയാതെ ഡയലൂട്ടായിട്ട് ജനങ്ങളെപ്പോലെ പല അവതാരങ്ങളും ഒരാളാണ് യേശു എന്നുള്ള ധാരണ വരും. സഭയിൽ തന്നെ ചില പുരോഹിതന്മാരുടെ സംസാരം കേട്ടതൊക്കെ മനസ്സിലാകും ഇവർ യേശുവിനെ ഏകരക്ഷകനായിട്ട് ആന്തരികമായിട്ട് ബോധ്യപ്പെടാതെയാണ് ചുമ്മാ സംസാരിക്കുക. അതും ശരിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇവർക്ക് ഇരുട്ടിത്തപ്പണം നമുക്ക് കാണാം. പക്ഷെ വിശ്വാസി ഒരിക്കലും ഇരുട്ടിത്തപ്പരുത്. അവിടെ വെച്ച് നിങ്ങൾക്ക് യേശുവിനെ നഷ്ടപ്പെടും. നിങ്ങൾ ആൾക്കാരെല്ലാം ചേർത്ത് നിർത്താൻ വേണ്ടി, എല്ലാവരുടെയും തോളെ കൈയിടാൻ വേണ്ടി നമ്മുടെ വിശ്വാസത്തിൽ നിങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറായിട്ട് എല്ലാം ദൈവമാണെന്നുള്ള കോൺസെപ്റ്റിലോട്ട് ചെല്ലും. ആര് ദൈവമായാലും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് കിട്ടിയാൽ മതി എന്നുള്ള ഭൗതിക ജീവികൾ എപ്പോഴും കർത്താവിനെ തെറ്റിദ്ധരിച്ചിട്ട് മറ്റുള്ളവരുമായിട്ട് ഒത്തുതീർപ്പിന് തയ്യാറാകും. വിശ്വാസിയുടെ ഏറ്റവും വലിയ വിഷയം ദാർശനികമായ ഒത്തുതീർപ്പാണ്. പ്രായോഗിക ദാർശനികമായ ഒത്തുതീർപ്പെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എത്തൈസം എന്ന് പറയും. ദാർശനികമായിട്ട് അതും ശരിയാണ് ഇതും ശരിയാണ് അതുപോലൊരു അവതാരം യേശു എന്നൊക്കെ പറഞ്ഞാൽ നീ ഒരു കാലത്ത് യഥാർത്ഥ യേശുവിനെ നിനക്ക് കിട്ടത്തില്ല. കാരണം നീ ഇരുട്ടിലാണ്. പലരും യേശുവിനെക്കുറിച്ച് പലതും പറയും. അത് അവരുടെ അജ്ഞതയെന്ന് എഴുതി തള്ളിയാൽ മതി. പക്ഷേ യു ഷുഡ് ഹാവ് യുവർ ഓൺ ഫേം കൺവിക്ഷൻസ് അബൌട്ട് ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ്. ആരാണ് ജീസു എന്ന് നിനക്ക് ഒരു ബോധം ഉണ്ടാകണം. അതുകൊണ്ട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹു ഡു യു സേ ദാറ്റ് ഐ ആം? എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 16:15 അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അതാണ് വിഷയം. ഈശോ ഒരു വ്യക്തി ജനങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതല്ല വിഷയം. അവസാനം നമ്മൾ മറുപടി പറയേണ്ട ഒരു സമയമുണ്ട്. നീ എല്ലാവരുടെയും തോളെ കൈയിട്ട് എല്ലാവരുടെയും സൗഹൃദം കിട്ടാൻ വേണ്ടി അച്ഛന്മാർ തന്നെ തച്ചിരുന്നുണ്ട്. ടി വിയിൽ കണ്ടിട്ടില്ലേ സാംസ്കാരികമായിട്ട് യേശുവിനെ അവതരിപ്പിക്കുന്നത്? യേശു സാംസ്കാരിക പുരുഷനൊന്നുമല്ല. നിത്യരക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ കുഞ്ഞാടായ ദൈവം ലോകത്തിന് നൽകിയ വാഗ്ദാനമാണവൻ. അവൻ്റെ നാമത്തിലാണ് രക്ഷ. അത് പറയാൻ കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് പറഞ്ഞു കഴിയുമ്പോൾ ഇവൻ ആത്മീയവാദിയായി പോവും, മറ്റുള്ളവരെ ചേർത്ത് നിർത്തണില്ല, അവഗണിച്ചെന്നൊക്കെ പറയും. അതുകൊണ്ട് മറ്റുള്ളവരോട് കോംപ്രമൈസ്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് അവർ അവസാന കാലങ്ങളിലാകുമ്പോൾ കേൾവിക്ക് ഇമ്പമുള്ള പ്രഭാഷകന്മാരെ വിളിച്ചു കൂട്ടുമെന്ന്. എന്നെടുത്തേ, കേൾവിക്ക് ഇമ്പമുള്ള പ്രഭാഷകന്മാരെ വിളിച്ചു കൂട്ടുമെന്ന്. കേൾവിക്ക് ഇമ്പമുള്ള പ്രഭാഷകന്മാർ നിനക്ക് വിളിച്ചു കൂട്ടാം. പക്ഷേ നീ ക്രിസ്തുവിനെ ഒഴിവാക്കാൻ നോക്കിയാൽ അതൊക്കെ 10 മിനിറ്റ് മുമ്പ് ക്രിസ്തു നിന്നെ ഒഴിവാക്കിയിരിക്കും. കാര്യം എന്താണ്? നീ ക്രിസ്തുവിനുള്ളവനല്ല. ബൈബിള് മനുഷ്യനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ക്രിസ്തുവിനുള്ളവനും ക്രിസ്തുവിന് ഇല്ലാത്തവനും.
Take the word of God. 2 തിമോത്തിയോസ് 2 തിമോത്തിയോസ് 4:3 ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അതാണ് വിഷയം. പല വേദികളിൽ നമുക്ക് മനസ്സിലാകും, പല വേദികളിലും അവർ യേശുവിനെ ഏക രക്ഷകനായിട്ട് ഏറ്റുപറയുന്നതിന് കൈയും കാലം വിറക്കുന്ന ഒത്തിരി വ്യാജ അഭിഷിക്തരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ കാര്യം? അവരുടെ കൂട്ടുകെട്ടുകളൊക്കെ മുമ്പിൽ എങ്ങനെ യേശുക്രിസ്തുവിനെ ഇങ്ങനെ ഏകരക്ഷകനായിട്ട് പറയുമ്പോൾ മറ്റുള്ളവരെ ഒഴിവാക്കണ പോലെ അവർക്ക് തോന്നിയാൽ അവർ നമ്മളെ ഒഴിവാക്കുമെന്ന് പറഞ്ഞത് ഇതുപോലെ പേടിത്തൊണ്ണന്മാർ ദേ ഷുഡ് നോട്ട് ഗെറ്റ് ഓർഡൈൻഡ്. എന്താ കാര്യം? ഈ ഓർഡൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ പിന്നിലെന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനുള്ള ധൈര്യമാണ്. ശരിക്കും അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരുടെ തോളെ കൈയിട്ടിട്ട് രക്ഷയെ അവരുടെ ആഗ്രഹപ്രകാരം ഡയലൂട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അത് സാത്താൻ്റെ ജോലിയാണ്. ജനങ്ങൾ അങ്ങനെ പറയും. അതുകൊണ്ടാണ് ഈശോ ചോദിക്കേണ്ടത്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയും. ജനങ്ങൾ അങ്ങനെ പറയും. ജനങ്ങൾ പറയണത് നമ്മളേറ്റ് പറയേണ്ട കാര്യമില്ല. വി ഷുഡ് അവർ ഓൺ കൺവിക്ഷൻ. അതുകൊണ്ടാണ് ഈശോ ചോദിക്കേണ്ടത്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പം 10 വർഷം പറയുന്ന ഒരു മറുപടി ഉണ്ട്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 16:16 ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് പറയുമ്പോൾ എന്താണ്? അഭിഷിക്തൻ. അഭിഷിക്തൻ എന്ന് പറയുമ്പോൾ എന്താണ്? മിശിഹ. മിശിഹ എന്ന് പറയുമ്പോൾ എന്താണ്? മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്നുള്ള രീതിയിൽ ദൈവം ബലിവസ്തുവായിട്ട്, രക്ഷാകര ബലിവസ്തുവായിട്ട് ദൈവം അംഗീകാര മുദ്ര ചാർത്തി അഭിഷേകം ചെയ്യുന്ന ആളിൻ്റെ പേരാണ് ക്രിസ്തു. അങ്ങനെ ഒരാൾ മാത്രമേ ഉള്ളൂ. 2 ക്രിസ്തുവില്ല, 2 ദൈവമില്ല. അങ്ങനെ ഒരാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറയും. അപ്പോൾ ക്രിസ്തു എന്ന് പറയുന്നത് വീണ്ടെടുപ്പുകാരനാണ്, നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തവനാണ്. അവനെൻ്റെ പേര് രക്ഷകനെന്ന് പറയും നമ്മൾ. അപ്പോൾ അത് ഏക രക്ഷകനാണ്, അല്ല പല രക്ഷകന്മാരൊന്നുമില്ല. ഇവിടെ പല കോൺസ്പിറസിയിലും വരണത് എന്താണ്? പല രക്ഷകന്മാരെന്ന് പറയും. അപ്പോൾ മറ്റുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ്, ആൾക്കാരുമായിട്ട് ഒരു ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയും ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് മാനുഷികമായ മതേതര ഐക്യം ഉണ്ടാക്കാനുള്ള വ്യാജ കൂട്ടുകെട്ടുകളും അതുപോലെയുള്ള പ്രവർത്തനങ്ങളും ഈ കാലഘട്ടത്തിൻ്റെ ഒരു ബാധ്യതയാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിലെ മനുഷ്യ സാഹോദര്യത്തിൻ്റെ പേരിൽ ക്രിസ്തുവിനെ പുറത്ത് നിർത്തിക്കൊണ്ട് മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു സാഹോദര്യം ഉണ്ടാക്കുന്ന ഉദ്ദേശം സഭയുടേതല്ല. സഭയ്ക്ക് വിരുദ്ധമായൊരു ശക്തിയുടെ ചട്ടുകമായി നമ്മൾ മാറുമ്പോഴാണ് അങ്ങനെയുള്ള ആശയങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ പ്രചരിക്കപ്പെടുന്നത്. അത് മനസ്സിലാക്കാനുള്ള കഴിവും വിവേചനവും ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകണം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന
ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യങ്ങളൊന്നും തീരണില്ല. അതായത് ക്രിസ്തു അന്വേഷണ അനുഭവ യാത്രയിൽ അവസാനം ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതിതല്ല. അതെന്താണ്? യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ, വിശ്വസിക്കുന്നുവോ എന്നല്ല. അവിടെ വിശ്വാസത്തിനല്ല പ്രാധാന്യം. Take the word of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. യോഹന്നാൻ 21:15. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. ഈ ക്രിസ്തു അനുഭവത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അന്വേഷണാത്മകമായ ഒരു അനുഭവ ആത്മീയതയുടെ സരണികളാണ് നമ്മൾ പടിപടിയായി കയറിക്കൊണ്ടിരിക്കുന്നത്. അവസാനത്തെ ചോദ്യമാണ് എന്താണ്? ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതിൻ്റെ അകത്ത് ഒരു മത്സരമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സൗഹൃദ മത്സരമാണ്. എന്നുവെച്ചാൽ നമ്മൾക്ക് കൃപയിൽ വളരാൻ വേണ്ടിയുള്ള ത്വര, നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങളെല്ലാം ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള അവസരമായി നമ്മൾ വിനിയോഗിക്കണം. അക്കാര്യത്തിൽ നിനക്കൊരു കോമ്പറ്റീഷൻ വന്നാൽ കുഴപ്പമില്ല. നിൻ്റെ ഭർത്താവാണോ, നീയാണോ, നിൻ്റെ അപ്പനാണോ, നിൻ്റെ മക്കളാണോ, അത് നീയാണോ, ആരാണ് ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കുന്നത്? അപ്പോൾ നമുക്ക് ലഭിക്കുന്ന എല്ലാ നഷ്ടങ്ങളും ക്രിസ്തുവെന്ന ലാഭത്തിന് വേണ്ടി നമ്മൾ വ്യയം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കോമ്പറ്റീഷൻ്റെ മുമ്പിലാവും. സാക്ഷ്യത്തിലൂടെയാണ് അത് സാധിക്കുന്നത്. ഈ കോമ്പറ്റീഷൻ്റെ മുമ്പിലാകാൻ, അതായത് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ സകലതും ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് കുപ്പയായി കരുതുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പി 3:8. ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നഷ്ടം വന്നാൽ അത് ക്രിസ്തുവിൻ്റെ പ്രതി ആ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്താണ്, ഈശോയുടെ നാമത്തിൽ അത് ഏറ്റെടുക്കണം. അപ്പോഴാണ് ഇവരെക്കാൾ അധികമായി നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യം അത് പത്രോസോട് മാത്രം ചോദിച്ചതല്ല, അത് ക്രിസ്തുവിനെ കൺഫ്രണ്ട് ചെയ്ത് എല്ലാവരെയും കൺഫ്രണ്ട് ചെയ്യേണ്ട ഒരു ഉത്തരമാണത്. എന്താണ്? നീ ഇവരെക്കാൾ എല്ലാം അധികമായി. ഇതിനകത്ത് വരുന്നൊരു നേട്ടം ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് വരുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും യേശുക്രിസ്തുവിനെ പ്രതി നമ്മളത്
വചനം ഒന്നിട്ട് വായിച്ചേ. ക്രിസ്തുവിനെ പ്രതി ഫിലിപ്പി 3:8. ഫിലിപ്പി 3:8. ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ചില കഷ്ടനഷ്ടങ്ങൾ എന്നാലും നമുക്ക് സന്തോഷം ഉണ്ടാകണം. എന്താ കാര്യം? അത് നമ്മൾ കർത്താവിനെ നേടാൻ വേണ്ടി കാഴ്ചവെക്കണം. ഈശോയുടെ നാമത്തെ പ്രതി അങ്ങനെയാണ് നമ്മൾ ഇവരേക്കാൾ അധികമായി ഈ മുന്നേറ്റം, ആത്മീയ മുന്നേറ്റം, ക്രിസ്തു അനുഭവ ആത്മബന്ധ മുന്നേറ്റം നടത്തുന്നത് അങ്ങനെയാണ്. പിന്നെ നമ്മൾക്കുണ്ടാകുന്ന ചില രോഗങ്ങൾ, പീഡകളൊക്കെ, അതിൻ്റെ വേദനകൾ, അതുമെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തു ഇതെല്ലാം ഏറ്റെടുക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് നമ്മൾ ഇവരെക്കാൾ അധികമായി ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ കൊളോസ്യസ് 1:24 എടുത്തേ. കൊളോസ്യസ് 1:24. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അപ്പൊ കഷ്ടങ്ങളും നഷ്ടങ്ങളും എന്തിനുള്ളതാണ്? ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയുള്ളതാണ്. ഇവരെക്കാണ് അധികം എന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ചോദ്യത്തിന് ലഭ്യമായ നിലവിലുള്ള കഷ്ടനഷ്ടങ്ങളെ അതിൽ നമ്മൾ വേദനിക്കാതെയും പ്രത്യാശ കൈവിടാതെയും അത് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ദൈവസ്നേഹത്തോട് ഏറ്റെടുത്ത് കഴിയുമ്പോൾ നിനക്ക് കിട്ടാൻ പോകുന്നതിൻ്റെ പേര് അഭിഷേകമെന്നാണ്. എന്താ കാര്യം? ആ കഷ്ടവും നഷ്ടവും നിൻ്റെ അന്തരാത്മാവിനെ തൊടാത്ത രീതിയിൽ നീ അഗ്നിയിലൂടെ നടക്കും. എന്നാൽ അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറയുന്നൊരു അഭിഷേക തലമുണ്ട്. ഒരു അഭിഷേക തലം. ഈ അഭിഷേക തലമെന്ന് പറയുന്നത് അനുഗ്രഹത്തിൻ്റെ അവസാനത്തെ രണ്ടാമത്തെ തലമാണ്. നമുക്കെല്ലാം ഉള്ളത് ഈ അനുഗ്രഹത്തിൻ്റെ തലമാണ്. അത് ഈ മിഠായിയും ബലൂണൊക്കെ മേടിക്കുന്ന പ്രായമില്ലേ, അതാണ് ഈ അനുഗ്രഹത്തിൻ്റെ തലമെന്ന് പറയുന്നത്. ആ രണ്ടാമത്തെ തലമെന്ന് പറയുന്നത് അഭിഷേക തലമാണ്. എന്നുവെച്ചാൽ ഈ കഷ്ടനഷ്ടങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ പേരിൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ കഷ്ടനഷ്ടങ്ങളുടെ ആഘാതങ്ങൾ ഏൽപ്പിക്കാതിരിക്കാൻ നീ അഗ്നിയിലൂടെ നടക്കും. അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറയുന്ന ഒരു അഭിഷേകത്തിൻ്റെ തലമുണ്ട്. അതാണ് രണ്ടാം തലം. Take the word of God. ഐശയ്യ 43:2. ഐശയ്യ 43:2. ഐശയ്യ 43:2. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. അപ്പൊ ഈ അതായത് നമ്മളെ ക്ലേശങ്ങളിലൂടെയാണ് പോണെങ്കിൽ ആസ് ഇഫ് ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ. അതായത് നമുക്ക് ഫീൽ ചെയ്യണത് അങ്ങനെ അതിൻ്റെ മുഴുവൻ ക്ലേശങ്ങളെ ദൈവം ഏൽപ്പിക്കാതെ കൊണ്ടുപോകും. നമ്മളെ വലിയ തീവ്രമായ സിറ്റുവേഷനിലൂടെയാണ് പോകണമെങ്കിലും അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യാത്ത രീതിക്കൊണ്ട്. അതിനാണ് ആത്മീയതയുടെ രണ്ടാം നിലവാണ്. ആദ്യം അനുഗ്രഹമാണ്, ഫിസിക്കലാണത്. രണ്ടാമത്തത് സ്പിരിച്വലാണ്. ഫിസിക്കലായിട്ടാണ് നമ്മൾ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്കത് ഫീൽ ചെയ്യത്തില്ല. ഇപ്പം നിൻ്റെ ഭാര്യ വഴക്കിട്ട് നീ വഞ്ചകനാണ്, തോന്നിവാസിയാണെന്ന് പറഞ്ഞ് അവർ വീട്ടിൽ പോയി നിൽക്കുകയാണ്. അത് അവർ നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിച്ചിട്ടുണ്ട്. നീ ചെല്ലുമ്പോൾ ആൾക്കാരെല്ലാം നിന്നെ വെറുത്ത് നോക്കുകയും ചെയ്യണം. പക്ഷേ കർത്താവ് നിനക്ക് അത് സത്യമല്ല എന്നുണ്ടെങ്കിൽ കർത്താവ് നിനക്ക് അഭിഷേകം തരും. പക്ഷെ നിനക്ക് ഫീൽ ചെയ്യത്തില്ല. അത് അവളോട് തന്നെ അവൾക്ക് അറിവില്ലാഞ്ഞുകൊണ്ടാണ്. കുറച്ച് ഇപ്പോൾ ശരിയായിക്കൊള്ളും, അല്ല നമുക്ക് വെറുപ്പ് തോന്നത്തില്ല. അതിനാണ് അഭിഷേകം എന്ന് പറയണത്. എൻ്റെ മക്കൾ, എന്തെങ്കിലും ഇതുപോലെ ഈടേറ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കണം. അഭിഷേകത്തിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി അഭിഷേകത്തിന് കുറേ നാൾ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികാരം കിട്ടും. അധികാരം കിട്ടാൻ നിങ്ങൾ ഒന്നും തൊടത്തില്ല. ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെയും സകല ശക്തികളുടെയും ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു, നിന്നെ ഒന്നും ഉപദ്രവിക്കത്തില്ല. 10:19 ലൂക്ക എടുത്ത് ശ്രുതികട. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ലൂക്ക 10:19.
ഇതാ ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അത് ഉപദ്രവിച്ചായിട്ട് നമുക്ക് തോന്നത്തില്ല. അതാണ് വിഷയം. ഉപദ്രവിക്കണില്ലെന്നല്ലേ, അല്ല അവർ ഉപദ്രവിക്കുമായിരിക്കും, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. എന്താ കാര്യം? അധികാരം തന്നിരിക്കുകയാണ്. അഭിഷേകം മൂത്ത് ഇപ്പം കള്ള് മൂത്ത് ഭിന്നാവരിയായി മുന്നാവരി മൂത്ത് ചാരമാണ് പറയുക. അനുഗ്രഹത്തിൻ്റെ കാലം കഴിയുമ്പോൾ എന്താ അഭിഷേകത്തിൻ്റെ കാലം തുടങ്ങും. അഭിഷേകത്തിൻ്റെ കാലം തുടങ്ങുമ്പോൾ പൂർത്തിയാകുമ്പോൾ അത് അധികാരത്തിൻ്റെ കാലം. അത് നീ എഴുന്നേറ്റ് നിൻ്റെ സഹോദരനെ ശക്തിപ്പെടുത്താൻ പറയണത് ഈ അർത്ഥത്തിലാണ്. എവിടെയാണ് അത് പറയണത്? ലൂക്ക 22:32 എടുക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന യേശുവേ ലൂക്ക 22:31-32 തിരുവചനങ്ങൾ. ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ഈ സഹോദരനെ ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രം നമ്മൾക്ക് അധികാരം കിട്ടുകയാണ്. ഈ അധികാരം എങ്ങനെ വന്നതാണ്? നമ്മളുടെ നന്മകൾ, ഈ അഭിഷേക ജീവിതം കാരണം ക്രിസ്തു നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്നു. ക്രിസ്തു നമ്മളെ ഏറ്റെടുക്കുന്നു. അതാണ് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ ശെമയോൻ സാത്താൻ നിന്നെ ഗോതമ്പ് മണിയും പോലെ പാറ്റാൻ നോക്കി, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ക്രിസ്തു നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? നീ എഴുന്നേറ്റിട്ട് അവന് അധികാരം കിട്ടും. ക്രിസ്തു നമ്മളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആത്മീയ അധികാരമായി. നീ എഴുന്നേറ്റ് മറ്റുള്ളവരെ ശക്തിപ്പെടുത്താൻ പറയും. അപ്പോൾ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു ABCD ബലൂൺ മിഠായി കാലഘട്ടമാണ്. അത് കഴിഞ്ഞാണ് അഭിഷേകം. നമുക്ക് കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷേ ക്രിസ്തുവിന് നമുക്ക് കട്ടനഷ്ടങ്ങൾ ക്രിസ്തുവിന് നാമത്തെ പറ്റി ഏറ്റെടുത്തിട്ട് ക്രിസ്തുവിന് നാം മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അഭിഷേകം കിട്ടും. അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. ഇത് കുറേ നാൾ ആ കാലത്തിൽ കടന്നു പോയി കഴിയുമ്പോഴാണ് ക്രിസ്തു നിന്നെ സത്യസന്ധം മനസ്സിലാക്കിയിട്ട് നിന്നെ ഏറ്റെടുക്കണത്. അപ്പോൾ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കണില്ലേ? അപ്പോൾ ഇത് ഇനി സ്നേഹിക്കാൻ വേണ്ടി പറയണതല്ല. പത്രോസിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ആകത്തുക ഈശോ അവനെ വെളിപ്പെടുത്തുന്നതാണ്. എല്ലാവരെക്കാളും കർത്താവിനെ സ്നേഹിക്കുന്ന ആൾ പത്രോസാണ്. എല്ലാവരെക്കാളും പത്രോസാണ് കർത്താവിനെ സ്നേഹിക്കുന്ന ആളാണെന്ന് കർത്താവിന് മനസ്സിലായി. കർത്താവിന് മനസ്സിലായതിൻ്റെ വെളിച്ചത്തിലാണ് ഇവൻ്റെ കയ്യിൽ നിന്ന് ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടും അതിനെക്കുറിച്ച് ഓർപ്പിക്കുക പോലും ചെയ്യാതെ അവൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞില്ലേ? അതൊന്നും ഈശോക്കത് ഏറ്റിട്ടില്ല. അതാണ് വിഷയം. നമ്മൾ തള്ളിപ്പറഞ്ഞായിട്ട് ആനക്കാര്യമായിട്ട് നമ്മളിപ്പോഴും ഇങ്ങനെ കറിക്കൂവി നടക്കുന്നുണ്ട്. പക്ഷേ ആരെ തള്ളിപ്പറഞ്ഞോ അവനെ അത് ഏറ്റിട്ടില്ല. അവനെല്ലാം മറന്നുപോയി. അവൻ തിരിച്ചു വരുമ്പോൾ എന്താ പറഞ്ഞത്? അവൻ ചോദിക്കണേ എന്താണ്? ശെമയോൻ എന്തെന്ന് ചോദിക്കണേ? ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. അവനതൊന്നും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. പത്രോസിന് എന്ത് സുന്ദരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവനെന്നെ വഴക്കിടുമോ? ഞാൻ തള്ളിപ്പറഞ്ഞതല്ലേ, എനിക്ക് ശിഷ്യത്വത്തിൻ്റെ യോഗ്യതയുണ്ടോ? അങ്ങനെ ഒന്നും ഈശ്വരനെ അലോസരപ്പെടുത്തുന്നില്ല. അവൻ തിബേരിയസ് തടാകത്തിൻ്റെ തീരത്ത് വരുമ്പോൾ അവനാ ഇരുട്ടത്വം തിരക്കണം ആരെയാണെന്നറിയാവോ? ശെമയോൻ എന്തേ എന്ന് ചോദിക്കുക. എന്നിട്ട് ശെമയോന് വേണ്ടി അവൻ പൊരിച്ച മീനും കാത്തു വെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഭയങ്കരമാണ്. എല്ലാം തീറ്റിക്കഴിയുമ്പോൾ ചോദിക്കുന്നത്, ശെമയോൻ, ഇവരെക്കാളെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നവ. എന്നിട്ടാണ് പിന്നെ അധികാരം കൊടുക്കുന്നത്.
ക്രിസ്തുവിലേക്കുള്ള വളർച്ച, നീ അഭിഷേക തലം കഴിഞ്ഞാൽ കർത്താവ് നിന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് നിന്നെ മനസ്സിലാക്കും. പിന്നെ നിൻ്റെ കയ്യിൽ നിന്ന് വന്ന മാനുഷികമായ ബുദ്ധിയും ബോധവും ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളൊന്നും കർത്താവിനെ ബാധിക്കത്ത് പോലും ഇല്ല. എന്തെങ്കിലും നിനക്ക് പശ്ചാത്താപം ഉണ്ടാകാം, പക്ഷെ കർത്താവ് അത് ഉണ്ടായാലും ഇല്ലെങ്കിലും കർത്താവിന് ഒരുപോലെയും. ഇരുട്ടത്ത് വന്നവൻ നിന്നത് യോഹന്നാൻ നോക്കിയല്ല, അത് കർത്താവാണെന്ന് അയാൾ അവിടെ കിടന്ന് വിളിച്ചു പോകുന്നുണ്ട്. അതൊന്നും കർത്താവിന് പ്രശ്നമല്ല. കർത്താവ് ഇരുട്ടത്ത് നോക്കി നിന്നത് ശെമയോനെന്തേ എന്നാണ് നോക്കിയത്. നീ ആ ഒരു ശെമയോൻ്റെ ആധ്യാത്മിക ഈശോ ബന്ധത്തിലേക്ക് വരണം. അതാണ് നമ്മുടെ വിളി, അതാണ് ക്രിസ്തുവിൻ്റെക്കുള്ള പൂർണ്ണത. അനുഗ്രഹത്തിൽ നിന്ന് അഭിഷേകത്തിലേക്ക്, അഭിഷേകത്തിൽ നിന്ന് അധികാരത്തിലേക്ക് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഉടമ്പടി ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്ന ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ദൈവിക പദ്ധതിയാണ് എഴുന്നേൽക്കുക. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എൻ്റെ മക്കൾ വിശ്വാസപ്രമാണമോ അല്ലെങ്കിൽ സ്തുതിപ്പോ എന്ത് വേണം ചെയ്യാം. നിങ്ങളിന്ന് കടന്നു പോകുന്ന എല്ലാ വിഷമതകളെയും വേദനകളെയും കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മണ്ണിലേക്ക് നിങ്ങളെ ദൈവം ഈ അനുഗ്രഹത്തിൻ്റെ മണിക്കൂറിലേക്ക് വിളിച്ചതാണ്. നിങ്ങൾ വന്നതല്ല, ദൈവം നിങ്ങളെ വിളിച്ചതാണ്. അങ്ങനെ വിളിച്ചതാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കുന്ന സമയമാണിത്. കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലെ ഈ മണ്ണിൽ ചവിട്ടാൻ പോകുന്ന എല്ലാവർക്കും, ചവിട്ടിപ്പോയ എല്ലാവർക്കും വേണ്ടി അവിടെ കണ്ണീരിൻ്റെ ജീവിത ബന്ധാവുകളിലേക്ക് കർത്താവിൻ്റെ കരുണ ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിന്നെ ബന്ധിച്ചിരിക്കുന്ന ജീവിത പ്രശ്നങ്ങളെല്ലാം യേശുക്രിസ്തു നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത പരീക്ഷകളുടെ പഠനങ്ങൾ, അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർ, വിസ പ്രോസസ്സിലിരിക്കുന്നവർ, വിസ പുതുക്കി കിട്ടാത്തവർ, ജോലി ഇല്ലാത്തവർ, റാങ്ക് ലിസ്റ്റ് ചെന്നിട്ട് പോലും അപ്പോയിൻമെൻറ്റ് കിട്ടാത്തവർ, ജപ്തി നടപടികൾ അകപ്പെട്ടിരിക്കുന്നവർ, മാരക രോഗത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ, കുഞ്ഞുങ്ങൾക്ക് മാറാത്ത രോഗമുള്ളവർ, അത് മക്കളില്ലാത്തവർ, ഉള്ള മക്കൾക്ക് രോഗമുള്ളവർ, ചില മക്കൾ ജീവിതത്തിൽ പിഴച്ചു പോയവർ, അതിൻ്റെ വേദന അനുഭവിക്കുന്നവർ, സാമ്പത്തിക ദുരിതങ്ങൾ, സാമ്പത്തിക കടങ്ങൾ, കുടുംബത്തിലെ അസമാധാനം, അതുപോലെ കുടുംബ തകർച്ച, ഭാര്യാഭർത്തക്കുമാർക്ക് അകന്ന് ജീവിക്കുന്ന അവസ്ഥ, പ്രാർത്ഥനാ ശൈത്യം, ആത്മീയ ശൈത്യം, എല്ലാ മണ്ഡലങ്ങളിലും മേഖലകളിലും കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ നീ സംരക്ഷിക്കപ്പെടട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.